ഈ ഒരു ധാർമ്മികപരമായ അല്ലെങ്കിൽ സാംസ്കാരികപരമായ ഒരു വീഴ്ച സംഭവിച്ചത് എന്നത് നാം വിലയിരുത്തേണ്ടതുണ്ട്. SSF ഒരിക്കലും ന്യൂ ജനറേഷനെ കുറ്റം പറയുകയല്ല, അല്ലെങ്കിൽ ന്യൂ ജനറേഷനെ കുറ്റപ്പെടുത്തുകയല്ല. മറിച്ച് ന്യൂ ജനറേഷൻ, ഓൾഡ് ജനറേഷൻ, രണ്ട് തലമുറയാണ് നമ്മുടെ മുന്നിലുള്ളത്. പുതിയ തലമുറ, പഴയ തലമുറ എന്ന രീതിയിൽ രണ്ട് തലമുറയെ നാം എപ്പോഴും നോക്കിക്കാണാറുണ്ട്. മനുഷ്യന്റെ ഉത്ഭവം മുതൽ ഇന്ന് വരെ എല്ലാ കാലഘട്ടത്തിലും ഈ തലമുറയും ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും സമൂഹത്തിലെ അധാർമികതക്കെതിരെ ശബ്ദിക്കാനും സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പോരാടാനും എന്നും മുന്നിലുണ്ടായിരുന്നത് ഈ യുവതലമുറയാണ്. സയ്യിദ്ന ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഇസ്ലാമിന്റെ ആശയവും ആദർശവുമായി മക്കയിൽ കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിന്തുണ നൽകിയത് ഈ ചെറുപ്പക്കാരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് ക്ഷണിച്ചപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ ആശയം പറഞ്ഞപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്യവർജനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഇതൊക്കെ ഏറ്റെടുക്കാൻ എന്തിനും തയ്യാറായ സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പോലത്തെ ഇങ്ങനത്തെ ചെറുപ്പക്കാരായ ഒരു കൂട്ടം ന്യൂ ജനറേഷനാണ് ഇത് തിരുത്തെഴുതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്നത്. പഴയ കാലവും പുതിയ കാലവും ഇന്നത്തെ കാലഘട്ടത്തിൽ നാം നമ്മെ തലമുറയെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഓൾഡ് ജനറേഷൻ എന്നും പുതിയ ജനറേഷൻ എന്നും. അതായത് പുതിയ തലമുറ, പഴയ തലമുറ, ന്യൂ ജനറേഷൻ എന്ന് നമ്മൾ ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന ഇപ്പോഴത്തെ ഫ്രീക്കൻ ചെക്കന്മാർ, അതല്ലെങ്കിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു യുവത്വത്തെ നമ്മൾ ന്യൂ ജനറേഷൻ എന്ന പേരിട്ട് വിളിക്കുമ്പോൾ ഈ ന്യൂ ജനറേഷൻ സങ്കല്പത്തിൽ നിന്ന് നമ്മൾ ഓൾഡ് ജനറേഷനെ വായിച്ചെടുക്കുന്നത് നമ്മുടെ ഉപ്പമാരെയാണ്, നമ്മുടെ ഉമ്മമാരെയാണ്, നമ്മുടെ ഉപ്പാപ്പമാരെയാണ്. അവർ പാടത്ത് പണിയെടുത്ത്, അവര് പച്ച തുണിയെടുത്ത്, പച്ച ബെൽറ്റ് കെട്ടി ബനിയനിട്ട് അവര് പാടത്ത് പണിയെടുത്ത് കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് പുതുതലമുറയെ നടത്തുക എന്നതല്ല ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന പ്രമേയത്തിന്റെ ആകത്തുക. മറിച്ച് ഈ ന്യൂ ജനറേഷന് ഒരുപാട് സാധ്യതകളുണ്ട്. SSF ഇന്നത്തെ IT യുഗം, ഇന്റർനെറ്റ് യുഗത്തിൽ ഒരുപാട് വികസനങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഫേസ്ബുക്കും വാട്സപ്പും അടക്കമുള്ള ഇന്റർനെറ്റിന്റെ ലോകം വളരെ പ്രവിശാലമായി കിടക്കുകയാണ്. ഇന്റർനെറ്റ് ഉപയോഗിക്കാനുള്ള ആൻഡ്രോയിഡ് ഡിവൈസുകൾ, ടച്ച് ഫോണുകൾ നമ്മുടെ കയ്യിൽ സുലഭമാണ്. അതുമായി ബന്ധപ്പെടാനുള്ള എല്ലാവിധ സാമഗ്രികളും ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ടാബ്ലറ്റുകളുമായി എല്ലാം നമ്മുടെ വീട്ടിലും നമ്മുടെ കൈകളിലും സുലഭമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ SSF ഇതൊക്കെ വലിച്ചെറിഞ്ഞ് പഴയ ഒരു തലമുറ എങ്ങനെയാണോ നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള അവർ ബന്ധപ്പെട്ട ജീവിതം പഠിപ്പിച്ചു തന്നത്, അതിലേക്ക് പൂർണ്ണമായി മടങ്ങിപ്പോവുക, പച്ച ബെൽറ്റ് കെട്ടി തുണിയെടുത്ത് പാടത്ത് പണിയെടുക്കാൻ കൈക്കോട്ടും എടുത്തിറങ്ങുക എന്ന ആ ഒരു തരത്തിലേക്കല്ല SSF ന്യൂ ജനറേഷനെ തിരുത്തെഴുതുന്നു എന്ന പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ ഇന്റർനെറ്റും ഈ സോഷ്യൽ മീഡിയയും ഈ നമ്മുടെ മുമ്പിലുള്ള കമ്പ്യൂട്ടറും വാഹന സൗകര്യങ്ങളും എല്ലാം ഒരു സാധ്യതയായിട്ടാണ്. അത് നമുക്ക് നമ്മുടെ സമൂഹത്തെ നല്ല രീതിയിൽ നടത്താനുള്ള, അതിനെതിരെ പോരടിക്കാനുള്ള, അധാർമികതക്കെതിരെ പോരാടാനുള്ള ഒരു സാധ്യതയായിട്ടാണ് SSF കാണുന്നത്. പുതുതലമുറ ഇന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങി എന്ന് പറയുന്നതല്ല അതിന്റെ ശരി, ഉറക്കി എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ശരി. ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ SSF ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കിടക്കയിൽ ഫാൻ ഇട്ട് AC ഇട്ട് സുഖനിദ്രയിലാണ്ട ഉറക്കത്തെ കുറിച്ചല്ല. സാംസ്കാരികപരമായി നമ്മൾ ഉറങ്ങിയിരിക്കുകയാണ്, അധാർമികപരമായി നമ്മൾ ഉണർന്നിരിക്കുകയാണ്. ധർമ്മം നമ്മുടെ മനസ്സിൽ നിന്ന് പാടെ വറ്റിപ്പോയി, നീതി നമ്മുടെ മനസ്സിൽ നിന്ന് പാടെ ഒലിച്ചുപോയി. നന്മ എന്തെന്നറിയാത്ത, അതല്ലെങ്കിൽ അന്ധമായ അനുകരണത്താൽ നമുക്ക് അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ട ആ ഒരു സമൂഹത്തിൽ നമ്മുടെ യുവതലമുറ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് നമ്മെ ഉറക്കുന്നത്? അതിനൊരുപാട് മറുപടികളുണ്ട്. കോർപ്പറേറ്റ് കുത്തകകൾ നമ്മെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന പത്രമാധ്യമങ്ങൾ നാം വായിച്ചെടുക്കുന്നത്, അതിലുള്ള അർദ്ധനഗ്നയായ പെണ്ണുടലുകൾ നമ്മോട് പറയുന്നത് നിങ്ങൾ ഇന്ന ഉൽപ്പന്നം മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ്, നിങ്ങൾ ഇന്ന ജ്വല്ലറിയിൽ മാത്രമേ കയറാവൂ എന്നാണ്, നിങ്ങൾ ഇന്ന ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ മാത്രമേ കയറാവൂ എന്നാണ്. നമ്മൾ TV മാധ്യമങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ അവർ പഠിപ്പിക്കുന്നത് പുതിയ ഒരു സംസ്കാരത്തെയാണ്, പുതിയ ഒരു
ഒരു വൈകൃതമായ ഒരു സംസ്കാരത്തെയാണ്. ഈ സംസ്കാരത്തെയാണ് ഈ കോർപ്പറേറ്റ് മുതലാളിമാരും കോർപ്പറേറ്റ് കുത്തകകളും നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നാം ഇടപെടുന്ന 99% സാഹചര്യങ്ങളും നമ്മെ തെറ്റിലേക്ക് നയിക്കുന്ന, നമ്മുടെ തലമുറയെ അബദ്ധസഞ്ചാരത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളായതുകൊണ്ടാണ് നമ്മുടെ യുവതലമുറ ഉറങ്ങിപ്പോയത്. എന്നാൽ ആ ഉറങ്ങിയ തലമുറയെ ഉണർത്തിക്കൊണ്ടുവന്നാൽ ലോകത്ത് നടത്താവുന്നതിൽ ഏറ്റവും വലിയ വിപ്ലവം നടത്താൻ നമുക്ക് സാധിക്കുമെന്നത് ചരിത്രത്തിന്റെ വസ്തുതകളെയാണ്. അതുകൊണ്ട് ചരിത്രം നാം നല്ലവണ്ണം പഠിക്കണം. നമ്മൾ ബന്ധപ്പെടുന്ന വ്യവഹാരങ്ങളൊക്കെ അധാർമിക സാഹചര്യത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ അങ്ങാടികള്, നമ്മുടെ വാഹനങ്ങള്, നമ്മുടെ കവലകള്, നമ്മുടെ ചെങ്ങാത്തങ്ങള് എല്ലാം നമ്മെ കൊണ്ടുപോകുന്നത് തെറ്റിലേക്കാണ്. നമ്മൾ ബന്ധപ്പെടുന്ന ബന്ധങ്ങളിലെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഹറാമിന്റെ, അതല്ലെങ്കിൽ തിന്മയുടെ, തെറ്റുകളുടെ ലോകമാണ്. ആ തെറ്റുകളുടെ ലോകത്ത് നിന്ന് നമുക്ക് നന്മയുടെ ലോകത്തേക്കുള്ള സാഹചര്യങ്ങളെ നമുക്ക് പടച്ചെടുക്കാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ഓൾഡ് ജനറേഷനെ കുറ്റപ്പെടുത്തുക എന്നത്, പുതിയ ജനറേഷനെ, ന്യൂ ജനറേഷനെ കുറ്റപ്പെടുത്തുക എന്നതല്ല പഴയ തലമുറയുടെ ഉത്തരവാദിത്വം. ചില പിശകുകളൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ ഈ മീഡിയകളെയും ഈ സാഹചര്യങ്ങളെയും ഒക്കെ ഒരു സാധ്യതയായി കണ്ട് ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി അവർക്ക് മുന്നേറാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. സയ്യിദന അലി റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ പാത സ്വീകരിക്കാൻ തയ്യാറായ സയ്യിദന അലി റളിയല്ലാഹു അൻഹു അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മഹാനവറുകളാണ്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സഹാബി വര്യരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽമിന്റെ, അറിവിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്ക് നമുക്ക് കയറി ചെല്ലാനുള്ള വാതിൽ സയ്യിദന അലി റളിയല്ലാഹു അൻഹു ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ആ അലി റളിയല്ലാഹു അൻഹു അന്നത്തെ ന്യൂ ജനറേഷന്റെ പ്രതിനിധിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുർ റഹ്മാൻ എന്ന സൂറത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ വിളിച്ച് ചോദിച്ചു, യാ സഹാബ, ഈ സൂറത്തുർ റഹ്മാൻ നിങ്ങളിൽ ആരാണ്? മക്കത്ത് പോയി, അന്ന് മക്കം ഫത്ഹായിട്ടില്ല. മക്കത്ത് ലാത്തയെയും മുസ്സയെയും മനാത്തയെയും പോലത്തെ വിഗ്രഹങ്ങളെ വെച്ച് മക്കയിലെ കുഫാറുകൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, യാ സഹാബ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് സൂറത്തുർ റഹ്മാൻ മക്കയിൽ പോയി പാരായണം ചെയ്യുക? അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്, എല്ലാവരും നിരനിരയായി കഅബയുടെ മുറ്റത്തങ്ങനെ ഇരിക്കുമ്പോ ആരാണ് ഈ സൂറത്തുർ റഹ്മാൻ അവിടെ പോയി പാരായണം ചെയ്യുക എന്ന് ചോദിച്ചപ്പോ സയ്യിദന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ എണീറ്റ് നിന്ന് പറഞ്ഞു, നബിയെ, ഞാൻ ഓതാൻ നബിയെ എന്ന് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞു, നീ ഇരിക്കുമോനെ, നീ ഓതാനായിട്ടില്ല. വലിയവരാരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മുത്തുനബി വീണ്ടും ചോദിച്ചു. ആദ്യം എണീറ്റ് നിന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളാ. വീണ്ടും ചോദിച്ചു മുത്തുനബി. അവിടെയും എണീറ്റ് നിന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളാ. ചെറിയ കുട്ടിയായിരുന്നു, യുവത്വത്തിലേക്ക് കടക്കുന്ന ചെറിയ കുട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ഓതാമെന്ന് ഏൽക്കുന്നു. അങ്ങനെ പോയി സമ്മതം കൊടുക്കുന്നു. കഅബയിൽ പോയി സൂറത്തുർ റഹ്മാൻ ബിസ്മി ഓതി തന്റെ സുന്ദരമായ ശൈലിയിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പാരായണം ചെയ്യുകയാണ്. ആ പാരായണം ചെയ്ത സമയത്ത് അബൂജഹൽ എണീറ്റ് വരുന്നു. അബൂജഹൽ എണീറ്റ് വന്നിട്ട് തന്റെ കൈ കൊണ്ട് ചെവിക്കുന്നി കടിക്കുകയാണ്. ആ അടി കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ അവിടെ ബോധം കെട്ടി വീഴുകയാണ്. ആരാ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ചെറിയ കുട്ടിയാണ്, അന്നത്തെ ന്യൂ ജനറേഷൻ പ്രതിനിധിയാണ്. ഈ അബൂജഹലിനെ ബദർ യുദ്ധത്തിൽ വെച്ച് വധിക്കുന്നതാരാണ്? മുആദ്, മുഅവ്വിദ് റളിയല്ലാഹു അൻഹുമ എന്ന രണ്ട് സഹോദരങ്ങളായ 18ഉം 17ഉം വയസ്സുള്ള ടീനേജ് യുഗത്തിലുള്ള കൗമാര പ്രായത്തിലുള്ള രണ്ട് യുവാക്കളാണ്. ഇങ്ങനെ തുടങ്ങി ചരിത്രത്തിന്റെ ഇന്നലകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചത് അത് യുവാക്കളാണ്, അന്നത്തെ ന്യൂ ജനറേഷൻ പ്രതിനിധികളാണ്. ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി ആദ്യം സമരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് ക്യാമ്പസുകളെയായിരുന്നു, ക്യാമ്പസുകളിലുള്ള യുവ പ്രതിനിധികളെയായിരുന്നു. അതുപോലെ ഇന്ത്യയിൽ 1900
1975 ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിന്റെ കാലഘട്ടത്തില് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ നമുക്ക് വെള്ളമില്ല, തീനമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ, പൂള തന്ന് ജീവിക്കേണ്ടി വന്നു നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങള്. ആ സമയത്ത് ഈ അടിയന്തരാവസ്ഥക്കെതിരെ പോരാടാൻ വേണ്ടി ജയപ്രകാശ് നാരായണൻ എന്ന വിപ്ലവ വീര്യമുള്ള നേതാവ് ഉപയോഗപ്പെടുത്തിയിരുന്നത് ക്യാമ്പസിലെ യൗവനങ്ങളെയായിരുന്നു. ഈ യുവാക്കൾ തീർത്ത വിപ്ലവം ചരിത്രങ്ങളിൽ നിന്ന് നാം വായിച്ചെടുക്കുകയാണെങ്കിൽ പുതുതലമുറക്ക് ഒരുപാട് ചെയ്യാനുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഈ അടുത്ത് മലപ്പുറത്ത് ഒരു പള്ളിയിൽ ഒരു നോട്ടീസ് വിതരണം ചെയ്യുന്ന ചെറുപ്പക്കാരെ കാണുകയാണ്. നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് ന്യൂ ജനറേഷൻ ചെറുപ്പക്കാര്, ചങ്ക് ബ്രോ എന്നൊക്കെ വിളിക്കുന്ന ആ ചെറുപ്പക്കാർ അവരവരുടെ ചന്തിക്ക് താഴെ ഇറങ്ങി നിൽക്കുന്ന ഫാൻറ്റും അതോടൊപ്പം അതിലേക്ക് എത്തിച്ചേരാത്ത ഷർട്ടും മുടിയൊക്കെ ഏതൊക്കെയൊക്കെ കോലമാക്കി അവർ പള്ളിക്ക് പുറത്ത് നോട്ടീസ് വിതരണം ചെയ്യുകയാണ്. നോട്ടീസ് വിതരണം ചെയ്യുമ്പോൾ ആ നോട്ടീസിലുള്ളത് തന്റെ ഒരു ചെറുപ്പക്കാരന്റെ, തന്റെ കൂട്ടുകാരന്റെ ഫോട്ടോ വെച്ചിട്ട് ആ കൂട്ടുകാരനെ സഹായിക്കണം എന്നാണ് ആ നോട്ടീസിന്റെ അഡിങ്. ആ നോട്ടീസ് അവർ വിതരണം ചെയ്യുന്നത് ഹൃദ്രോഗിയായ, ഹൃദയത്തിന് രോഗം ബാധിച്ച തന്റെ കൂട്ടുകാരന്റെ ചികിത്സാ ചെലവിന് വേണ്ടി ഓരോ പള്ളികളിലും നോട്ടീസ് വിതരണം ചെയ്ത് സംഭാവന സ്വീകരിച്ച് ബക്കറ്റുമായി കളക്ഷൻ എടുക്കുകയാണ്. നമ്മുടെ സംഘടനാ കളക്ഷൻ അല്ല, വഴല് കളക്ഷൻ അല്ല, എന്തെങ്കിലും കളക്ഷൻ അല്ല. അവർ കളക്ഷൻ എടുക്കുന്നത് തന്റെ കൂട്ടുകാരന്റെ രോഗം ചികിത്സിക്കാൻ വേണ്ടിയാണ്. മലപ്പുറത്ത് ഈ അടുത്തൊരു സംഭവം നടന്നു. അവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാർ, ഏകദേശം ഒക്കെ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയാൻ പറ്റുന്ന യൗവനത്തിലുള്ള ഓട്ടോ ഡ്രൈവർമാർ, ഒരുപാട് ഓട്ടോ മലപ്പുറം ടൗണിൽ ഓടുന്നുണ്ട്. ആ ഓടുന്ന ഓട്ടോ ഡ്രൈവർമാര് ഒരു ദിവസം അവര് ഏകീകൃതമായി അവരുടെ ഓട്ടോറിക്ഷക്ക് മുന്നിൽ ഒരു ഫ്ലെക്സ് തൂക്കുകയാണ്, ഒരാളെ സഹായിക്കാൻ. ഓട്ടോ ഡ്രൈവർ ആയിരുന്ന തങ്ങളുടെ കൂട്ടുകാരനെ രോഗം ബാധിച്ചു കിടക്കുന്ന, തങ്ങളുടെ കിഡ്നി രോഗം ബാധിച്ചു കിടക്കുന്ന തങ്ങളുടെ കൂട്ടുകാരനെ സഹായിക്കാൻ വേണ്ടി ഒരു ദിവസത്തെ ഓട്ടം, ആ ഓട്ടോറിക്ഷയിൽ അവർ ഓടുന്നതിന്റെ വരുമാനം ഈ സുഹൃത്തിന്റെ ചികിത്സാ ചെലവിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന, ഇങ്ങനെ പ്രവർത്തിക്കുന്ന നല്ല ന്യൂ ജനറേഷൻ പിള്ളേരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ നമുക്ക് പിയച്ചത് എവിടെയാണ് എന്നിടത്താണ് നാം ചിന്തിക്കേണ്ടത്. ന്യൂ ജനറേഷന്റെ ഒരുപാട് അബദ്ധമായ സഞ്ചാരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് നമുക്ക് പിയച്ചത്? ആരാണ് ഈ ന്യൂ ജനറേഷനെ ഈ വൈകേടത്തരത്തിലേക്ക് നയിച്ചത് എന്നിടത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രലോഭനങ്ങളുടെ ലോകത്ത് വ്യത്യസ്തങ്ങളായ പ്രലോഭനങ്ങൾ ഈ ന്യൂ ജനറേഷനെ വൈതിരിക്കുന്നിടത്ത് സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് വേഷമാണ്, വേഷപ്രച്ഛന്നതയാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ തലമുറയുടെ ഏറ്റവും വലിയ പോരായ്മയായി, അല്ലെങ്കിൽ നമ്മൾ അവരെ കുറ്റം പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. എവിടെയാണ് ന്യൂ ജനറേഷന് വേഷപ്പകർച്ച വന്നത്? അന്ധമായ അനുകരണത്തിലൂടെയാണ്. നമ്മൾ ആരെയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ അനുകരിക്കുന്നത്? ആരെയാണ് അനുകരിക്കുന്നത്? അലി റളിയല്ലാഹുവിനെ അല്ല, മുത്തുനബി തങ്ങളെ അല്ല, സിദ്ദീഖ് റളിയല്ലാഹുവിനെ അല്ല, ജീവിച്ചും മൺമറഞ്ഞു പോയ വിപ്ലവം സൃഷ്ടിച്ച പരമാത്മാക്കളെയും മഹത്തുക്കളെയും അല്ല, മറിച്ച് നമ്മൾ പരമമായി അനുകരിക്കുന്നത് ഈ ലോകത്ത് ജീവിക്കാത്ത, അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത, അല്ലെങ്കിൽ ഒന്നിനും ഉപകാരപ്പെടാത്ത, മാസ്മരികത കൊണ്ട് സിനിമകളിൽ അത്ഭുതം തീർക്കുന്ന, അല്ലെങ്കിൽ സൗണ്ട് എഫക്ഷൻ കൊണ്ട്, അതല്ലെങ്കിൽ എഡിറ്റിംഗ് കൊണ്ട് സിനിമകളിൽ 1000 പേരെ ഇടിച്ചു തെറിപ്പിക്കുന്ന സിനിമാ നടന്മാര്, ആ നടന്മാര് രൂപം കൊടുക്കുന്ന ചില കഥാപാത്രങ്ങളെ മാത്രം അനുകരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് വേഷപ്പകർച്ച വന്നത്. നമുക്ക് നമ്മുടെ ചിന്താശക്തി മരവിച്ചു പോയത്. എങ്ങനെയാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ മാറിയത്? സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഡ്രസ്സിംഗ് കോഡ് മാറിയത്? സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും നമ്മുടെ മാധ്യമങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ചതാണ്. എവിടെയാണ് നമുക്ക് നമ്മുടെ ഔറത്ത് വെളിവാകുന്ന രൂപത്തിൽ ഹെയർ സ്റ്റൈലും നമ്മുടെ വസ്ത്രധാരണവും മാറിയത്? ഒന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നാം ഒരിക്കലും നമ്മുടെ അടിവസ്ത്രം അത് തിരുമ്പി അലക്കിയിട്ട് നമ്മുടെ വീടിന്റെ മുറ്റത്ത് നമ്മൾ തോരയിടാറില്ല, അലക്കി നമ്മൾ അത് ഉണങ്ങാറിടാറില്ല. ഒരിക്കലും നമ്മുടെ ഷെഡിൽ നമ്മൾ ഉണങ്ങാറിടാറില്ല നമ്മുടെ വീട്ടുമുറ്റത്ത്. കാരണം എന്തേ? അത് കണ്ടാൽ വെറിയാണ് നമുക്ക്. അത് ആരെങ്കിലും കണ്ടാൽ നമുക്ക് അതൊരു കുറച്ചിലാണ്. പക്ഷേ ഈ സാധനം നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ട് നമ്മുടെ ശ്രേഷ്ഠമായ, നമ്മൾ ആദരിക്കുന്ന, നമ്മൾ എണ്ണയിട്ട് സുഖിപ്പിച്ച, നമ്മള് വാർന്നുകൊണ്ട്, നമ്മള്
കൊഴുപ്പിച്ചെടുത്ത നമ്മുടെ മുടിയും നമ്മുടെ ശരീരവും ഉൾക്കൊള്ളുന്ന ആ ശരീരത്തിൽ നമ്മൾ ഘടിപ്പിച്ചിട്ട് നമ്മൾ പ്രദർശിപ്പിക്കുകയാണ്. ശരി ഉസ്താദ് പ്രസംഗം കഴിഞ്ഞു പോയി. ഈ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എണീറ്റിരുന്നത്. കുറച്ചു നേരം നമ്മൾ കൊണ്ട് നമ്മുടെ പരിപാടി അവസാനിക്കും. അതുകൊണ്ട് ഈ പരിപാടിയുടെ ചെലവിലേക്ക് നിങ്ങളെല്ലാവരും സംഭാവന ചെയ്യണം. ബക്കറ്റുമായിട്ട് പ്രവർത്തകരെ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഇതിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതിന് ഉത്തരവാദിയാരാണ്? ഈ മാധ്യമങ്ങളാണ് നമ്മുടെ ചെറുപ്പക്കാരെ ഉറക്കിക്കെടുത്തുന്നത്. ഈ മാധ്യമങ്ങളിലൂടെ നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രേരണ നൽകുന്നതോ രക്ഷിതാക്കളായ നാം ആണ് എന്നിടത്ത് നമ്മൾ ചിന്തിക്കണം. ഇന്ന് നോക്കൂ, നമ്മുടെ മക്കളെ വളർത്തുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? അവനൊരു മനുഷ്യനാകാൻ വേണ്ടിയല്ല, മറിച്ച് അവനൊരു പണം കായ്ക്കുന്ന മരമാകാൻ വേണ്ടിയാണ്. നമ്മൾ MBBS പഠിപ്പിക്കുന്നു, നമ്മൾ അവനെ നല്ല രീതിയിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി MBBS-നും എഞ്ചിനീയറിംഗിനും അവനെ സീറ്റ് വാങ്ങിക്കൊടുത്ത് അവനെ പഠിപ്പിച്ച് അവനിൽ നിന്ന് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഓരോ രക്ഷിതാവും തന്റെ മക്കളെ പഠിപ്പിക്കുന്നത്. സോഷ്യോളജി പോലത്തെ, ഹിസ്റ്ററി പോലത്തെ മാനവിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പാഠശാഖകൾ പഠിക്കാൻ ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ വിദ്യാർത്ഥികളെ കിട്ടുന്നില്ല. പഠിക്കേണ്ടത് MBBS ആണ്, പഠിക്കേണ്ടത് MBA-കളാണ്, പഠിക്കേണ്ടത് എഞ്ചിനീയറിംഗുകളാണ്. എഞ്ചിനീയറിംഗും MBBS-ഉം ഇങ്ങനത്തെ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിനെ കുറ്റം പറയുകയല്ല, മറിച്ച് ലക്ഷങ്ങൾ ഇതിനു വേണ്ടി എണ്ണിച്ചെലവാക്കി നമ്മൾ ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് തന്റെ മകൻ ഒരു പണം കായ്ക്കുന്ന മരമാകണം, അല്ലെങ്കിൽ തന്റെ മകൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പണം വാങ്ങുന്ന, ഏറ്റവും കൂടുതൽ ബില്ലിടാക്കുന്ന, ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഡോക്ടറായി മാറണം എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മൾ MBBS പഠിപ്പിക്കുന്നത്, നമ്മൾ അവനെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, അതിന്റെ ഫലം എന്തായി? വടശ്ശേരി ഉസ്താദ് നേരത്തെ വയത് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചില്ലേ, നമ്മുടെ പൂർവ്വകാല രോഗങ്ങൾക്ക് പള്ളിയിലെ ഉസ്താദിന്റെ ചെറിയൊരു മന്ത്രം കൊണ്ട് നമുക്ക് ആ രോഗങ്ങളെ മാറ്റിയെടുക്കാമായിരുന്നു. അതല്ലെങ്കിൽ തുമ്മാമ്മമാര് തങ്ങളുടെ കോന്തലയിൽ നിന്ന് അയച്ചു തരുന്ന ഒരു പാരസിറ്റമോൾ ഗുളിക കൊണ്ട് തന്റെ വീട്ടിലുള്ള ചെറിയ കുട്ടിയുടെ പനിയും ജലദോഷവും കഫക്കെട്ടും എന്തൊക്കെ രോഗമുണ്ടോ ആ രോഗങ്ങളൊക്കെ ഈ പാരസിറ്റമോൾ കൊണ്ട് മാറ്റിയെടുക്കാറുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. എന്നാൽ ഇന്ന് നമുക്കൊരു രോഗം വന്നാൽ ചുരുങ്ങിയത് ഒരു 1000-ഓ 2000-ഓ രൂപയുടെ ടെസ്റ്റ് മാത്രം നമ്മൾ ചെയ്യേണ്ടി വരുന്നു. ആ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടർക്ക് 1000-ഉം 2000-ഉം നമ്മൾ കൊടുക്കുന്നു. ആ രോഗം ചികിത്സിക്കാൻ വേണ്ടി, ആ രോഗത്തിന്റെ ശമനത്തിന് വേണ്ടി നമ്മൾ വാങ്ങുന്ന മരുന്നിന് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നു. ഒരൊറ്റ ദിവസത്തെ രോഗത്തിന്റെ മാറ്റം കൊണ്ട് രോഗം നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കാണിക്കുമ്പോൾ ഡോക്ടർ വിധിക്കുന്നത് 4 ഇഞ്ചക്ഷൻ വേണമെന്നാണ്. ആ 4 ഇഞ്ചക്ഷന് ഹോസ്പിറ്റലിൽ ബില്ല് ഈടാക്കുന്നത് ഓരോ ഇഞ്ചക്ഷനും 25,000 രൂപ വേണമെന്നാണ്. 1 ലക്ഷം കവിയുന്ന ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നാം എത്തിയത് എങ്ങനെയാണ്? പണം ചെലവാക്കി നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ മക്കളെ നമ്മൾ കമ്പോളാടിസ്ഥാനത്തിൽ വളർത്തിയപ്പോ അവർ കമ്പോളാടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. നമ്മുടെ വിദ്യാർത്ഥികള് നമ്മുടെ ഈ ലോകത്ത് വളർന്നു വരുന്ന പ്രൊഫഷണലുകള് അവർ കമ്പോളാടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അവര് തങ്ങളുടെ മുന്നിൽ വരുന്ന രോഗിയെ എങ്ങനെയെങ്കിലും പിഴിഞ്ഞിട്ട് താൻ പഠിപ്പിന് വേണ്ടി ചെലവാക്കിയ ആ പണം കണ്ടെത്തണം എന്ന രൂപത്തിലേക്ക് നമ്മുടെ ഡോക്ടർമാര് ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ ആതുര സേവനം എന്നൊക്കെ പണ്ട് നമ്മൾ പറയാറുണ്ടായിരുന്നു. ഇന്ന് ആതുര വ്യവസായം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. 30 കണ്ടന്റുകൾ അടങ്ങിയ മരുന്നുകൾ മാത്രമാണ് നമുക്ക് നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഇന്ന് വിപണിയിൽ 300-ലധികം മരുന്നുകൾ നമുക്ക് ലഭ്യമാണ്. ആ മരുന്നുകള് വ്യത്യസ്ത കമ്പനികളുടേതാണ്. നാം ഏറെ ഇഷ്ടപ്പെടുന്ന, നാം ഏറെ വിശ്വസിക്കുന്ന ഡോക്ടറുടെ മുന്നിലേക്ക് ഒരു രോഗവുമായി നമ്മൾ കയറി ചെന്നാൽ നീണ്ട വരിയിൽ നമ്മൾ നിൽക്കുമ്പോ ആ നീണ്ട വരിയെ മറികടന്നുകൊണ്ട് വലിയ ബാഗുകൾ പുറത്തിട്ട് ആ ഡോക്ടറെ കാണാൻ വരുന്ന മെഡിക്കൽ റപ്പുമാരെ നമ്മൾ കാണാറുണ്ട്. എന്തിനായി മെഡിക്കൽ റപ്പുമാര് വരുന്നത്? ഈ രോഗിയെക്കാളും പരിഗണന ഡോക്ടർമാർ നൽകുന്നത് മെഡിക്കൽ റപ്പുകൾക്കാണ്. മെഡിക്കൽ റപ്പുകൾ അവിടെ വരുന്നത് താൻ പ്രതിനിധീകരിക്കുന്ന കമ്പനി പുതുതായി നിർമ്മിച്ചെടുത്ത മരുന്നിനെ കുറിച്ച് അവരെ പരിചയപ്പെടുത്താനാണ്. ആ മരുന്ന് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കമ്മീഷൻ തരാം എന്ന് ഡോക്ടർമാരുമായി
അതുമായി ധാരണയായിട്ട് പിന്നീട് ഡോക്ടർമാർ നമ്മുടെ രോഗത്തിന് കുറിക്കുന്നത് ആ കമ്പനിയുടെ മരുന്നുകളാണ്. 10, 20, 30 രൂപക്ക് കിട്ടേണ്ട മരുന്ന് 7000, 5000, 100, 500 കൊടുത്ത് നമ്മൾ വാങ്ങേണ്ടി വരുന്നത് ആതുര വ്യവസായം അതല്ല ഈ രോഗത്തെ വ്യവസായമാക്കി മാറ്റിയ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞതുകൊണ്ടാണ്. ഇവിടെയാണ് ന്യൂ ജനറേഷൻ തിരുത്തേണ്ടത്. ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ തലമുറ, പഠിപ്പും വിവേകവും ഉള്ള തലമുറ, നല്ല രീതിയിൽ ചിന്തിക്കുന്ന തലമുറ, സേവന സന്നദ്ധരായി ജോലിയെടുക്കാൻ തയ്യാറാണ് എന്ന രൂപത്തിൽ ചിന്തിച്ച് വിദ്യാഭ്യാസം നേടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. ന്യൂ ജനറേഷനാണ് തിരുത്തേണ്ടത്. ന്യൂ ജനറേഷന്റെ ഉള്ളിൽ നിന്ന് ഇത്തരം അധാർമികതക്കെതിരെ നമുക്ക് പോരാടാൻ കഴിയണം. മറ്റൊന്ന്, ഈ ന്യൂ ജനറേഷനെ വൈതെറ്റിക്കുന്നത് രാഷ്ട്രീയപരമായ ഇടപെടലുകളാണ്, അരാഷ്ട്രീയവൽക്കരണമാണ്. നേരിന്റെ രാഷ്ട്രീയവുമുണ്ട്, നേരിന്റെ രാഷ്ട്രീയമുണ്ട്, നെറികേടിന്റെ രാഷ്ട്രീയവുമുണ്ട്. നെറികേടിന്റെ രാഷ്ട്രീയം ഇന്ന് നമ്മൾ കാണുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, അഴിമതിയുടെ രാഷ്ട്രീയം, വഞ്ചനയുടെ രാഷ്ട്രീയം, കൂട്ടിക്കൊടുപ്പിന്റെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം യുവതലമുറക്ക് നൽകുന്ന സന്ദേശം ഒരിക്കലും ആശാവഹമല്ല. അവർ യുവതലമുറക്ക് നൽകുന്ന സന്ദേശം എങ്ങനെയെങ്കിലും കാര്യം നടക്കണം, ഉപ്പയെ കെട്ടിട്ടെങ്കിലും കാര്യം നടക്കണം എന്ന് ചിന്തിക്കുന്ന യുവതലമുറയെയാണ് നെറികേടിന്റെ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്നത്. ഇന്ന് നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ നാട് ഭരിക്കുന്നവർ നമ്മെ കൈതകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൈതകളായ പൊതുജനത്തെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഒരു റോഡ് നമുക്ക് വേണ്ടി അനുവദിച്ചു തരുമ്പോ, അതല്ലെങ്കിൽ ഒരു കക്കൂസ് അനുവദിച്ചു തരുമ്പോ, അതല്ലെങ്കിൽ ഒരു പാലം അനുവദിച്ചു തരുമ്പോ, ഇത് അനുവദിച്ചു തന്ന നമ്മുടെ ജനപ്രതിനിധിയുടെ വലിയ ഫോട്ടോ, പുഞ്ചിരിച്ചു നിൽക്കുന്ന വലിയ ഫോട്ടോ, അത് പരസ്യമായി നമ്മൾ ഫ്ലക്സുകളിൽ വലിയ ഫ്ലക്സ് സ്ഥാപിച്ച് പൂമാലയിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോ പൊതുജനമായ നമ്മൾ റെഡിക്കും കൈതകളായി മാറുകയാണ്. ഇവിടെ വികസിക്കുന്നത് നാമല്ല, ഇവിടെ വികസിക്കുന്നത് കോർപ്പറേറ്റ് കുത്തകകളാണ് എന്ന് നമുക്ക് ബോധ്യം വരണം. ഒരു ഉദാഹരണം മാത്രം പറയാം. അംബാനിയുടെയോ അദാനിയുടെയോ ടാറ്റമാരുടെയോ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഒരു മിനിറ്റ് കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് അവിടുത്തെ ഭരണാധികാരികൾ അവരുടെ പേപ്പറുകൾ അതിന് റെഡിയാക്കി കൊടുക്കുന്നു. ആ വലിയ വലിയ വ്യവസായികൾക്ക് അവരുടെ ഒരു ബിൽഡിംഗ് പണിയാൻ നിമിഷ നേരം കൊണ്ട് അവർക്കതിന്റെ പേപ്പർ വർക്ക് ശരിയാകുന്നു എങ്കിൽ കേരളത്തിലെ കുഗ്രാമത്തിലെ യാതന അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ഒരു ചെറുപ്പക്കാരന്, ഒരു കുടുംബത്തിന് ഗവൺമെന്റിന്റെ സഹായമായി പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപയുടെ ഭവന പദ്ധതി, ആ ഭവന പദ്ധതി അനുസരിച്ച് അവനിക്ക് സഹായം കിട്ടണമെങ്കിൽ 2-3 കൊല്ലം ഈ തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിന്റെ ഗവൺമെന്റ് ഓഫീസുകളുടെ തിണ്ണ നിരങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തിയത് എന്തുകൊണ്ടാണ്? ലക്ഷ്യം നമ്മളല്ല, ലക്ഷ്യം കേരളത്തിലെ ഇന്ത്യയുടെ സമ്പത്തിന്റെ 90%, 80% കൈകാര്യം ചെയ്യുന്ന 60 മുതലാളിമാർ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുടെ സമ്പത്തിന്റെ 80% കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയിലെ 60 മുതലാളിമാരാണ്. ആ മുതലാളിമാർ എന്നൊന്നും വികസിക്കുന്നുണ്ട്. അവർക്ക് എല്ലാ വർഷവും കോടിക്കണക്കിന് ആസ്തി വരുന്നുണ്ട്, കോടിക്കണക്കിന് ലാഭം വരുന്നുണ്ട്. പക്ഷേ പട്ടിണി പാവങ്ങളായ നമുക്ക് മാത്രം തിന്നാനില്ല, ഉടുക്കാനില്ല, മരുന്ന് പോലും ഇല്ല. ഇനി നോക്കൂ നിങ്ങൾ, നമുക്ക് ഗവൺമെന്റ് പ്രഖ്യാപിച്ച അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് നമ്മൾ സഹിക്കേണ്ട ത്യാഗങ്ങൾ എത്രയാണ്. ഈ അടുത്ത് ക്യൂവറമ്പിൽ നീണ്ട വരി കണ്ടു. ഞാൻ നീണ്ട വരി കണ്ടപ്പോ ആ വരിയുടെ രാത്രി 8 മണിയായിട്ട് നീണ്ട വരിയാണ്. ആ മക്കളെ എടുത്തു നിൽക്കുന്ന ഉമ്മമാര്, വയസ്സായ പ്രായമായ വീട്ടിലോ വടികുത്തി നടക്കുന്ന ഉമ്മമാരെയും പിടിച്ച് താങ്ങി കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. എന്തിനാണ് ഈ ത്യാഗം സഹിച്ച് 4-5 മണിക്കൂറും വരി നിൽക്കുന്നത്? ഇൻഷുറൻസ് കാർഡ് എടുക്കാൻ വേണ്ടിയാ. ഇൻഷുറൻസ് കാർഡ് എടുക്കാൻ വേണ്ടിയാ. ഇൻഷുറൻസ് കാർഡ് കൊണ്ടുള്ള നേട്ടം എന്താണ്? അത് ഗവൺമെന്റ് രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്ന ഒരു ആനുകൂല്യമാണ്. ആ ആനുകൂല്യം അനുസരിച്ച് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടും. ആ മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ത്യാഗങ്ങൾ എത്രയാണ്? എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ചെറിയൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുത്താൽ അവരുടെ ഇൻഷുറൻസും ഇൻഷുർ സംബന്ധമായ എല്ലാ കാര്യങ്ങളും അവിടെ ക്ലിയർ ആകും. ഇത് നമ്മൾ കുടുംബസമേതം പോയി ഫോട്ടോ എടുത്ത് അത് ശരിയാണോ എന്ന് നോക്കി നമ്മുടെ ആധാർ കാർഡ് ആയാലും അല്ലെങ്കിൽ ഇലക്ഷൻ
ID കാർഡാണെങ്കിലും അതൊക്കെ ഫോട്ടോ എടുത്ത് അതിന്റെ തെറ്റുകൾ വന്ന് ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടി ഓടി നടന്ന് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് നമ്മളൊരു ആനുകൂല്യം കരസ്ഥമാക്കുന്നത്. ഈ ആനുകൂല്യത്തിന് പിന്നിൽ ലക്ഷങ്ങൾ കൊയ്യുന്ന കോർപ്പറേറ്റുകളുണ്ട്. ആധാർ കാർഡ് പ്രഖ്യാപിച്ചു. ആധാർ കാർഡ് നിർബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ എടുത്തു. ആ ആധാർ കാർഡ് ടെൻഡർ വിളിച്ച കമ്പനി അതിലൂടെ നേടിയെടുത്ത ലക്ഷങ്ങളുടെ ലാഭത്തെ കുറിച്ച് മാത്രം നമ്മൾ അറിയുന്നില്ല. നമ്മൾ ത്യാഗങ്ങൾ സഹിച്ച് വരി നിന്ന് നമ്മുടെ കുട്ടികളെയും കൊണ്ടുപോയി നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത ആധാർ കാർഡ്, ആ ആധാർ കാർഡിന്റെ പിന്നിൽ അത് ടെൻഡർ എടുത്ത കമ്പനി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ലാഭം നേടിയത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം അത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതല്ല, അത് ഇന്ത്യയിലെ കേരളത്തിലെ കോർപ്പറേറ്റ് മുതലാളിമാർക്കൊപ്പം നിൽക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ന്യൂ ജനറേഷൻ പ്രതികരിക്കാൻ തയ്യാറാകണം. പ്രതികരണം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വാട്സപ്പും സോഷ്യൽ മീഡിയകളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് ഉപയോഗിക്കുന്ന പുതിയ തലമുറ നെറികേടിന്റെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാഷ്ട്രീയ മേലാളന്മാർക്കെല്ലാം പേടിയും തുടങ്ങിയിട്ടുണ്ട്. എന്നു മുതലാണ് രാഷ്ട്രീയ പ്രവർത്തകർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്? പഴയ കാലത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം നമുക്കറിയാം. പഴയ കാലത്തെ കേരളത്തിലെ വികസനത്തെ കുറിച്ച് അറിയാം. തെരഞ്ഞെടുപ്പ് കാലത്ത് 5 വിരലും ഉറക്കെ ഉയർത്തിപ്പൊന്തിച്ച് കൈവീശി കാണിക്കുന്ന ജനപ്രതിനിധി വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡലത്തിലെ ഒരു പര്യടനത്തിന് ശേഷം ഇനി 5 വർഷം കഴിഞ്ഞ് കാണാം എന്നും പറഞ്ഞ് 5 വിരലുകളും നമ്മുടെ മുന്നിലേക്ക് ഉയർത്തി കൈവീശി കാണിച്ചു പോകാം. പിന്നീട് വരുന്നത് അടുത്ത 5 വർഷം കഴിഞ്ഞ് ഇലക്ഷന് വേണ്ടിയാണ്. ആ സ്ഥിതിവിശേഷം ഇന്ന് മാറാൻ കാരണം ഇന്നത്തെ ന്യൂ ജനറേഷൻ ആണ്. മീഡിയകൾ വർദ്ധിച്ചപ്പോ, സോഷ്യൽ മീഡിയകളും വാട്സപ്പുമുള്ള പ്രചരണ മാധ്യമങ്ങൾ വർദ്ധിച്ചപ്പോ തങ്ങളുടെ നെറികേടുകളും തങ്ങളുടെ ഇടപെടാത്ത സാഹചര്യങ്ങളും ഇവർ ചോദ്യം ചെയ്യും. യുവതലമുറ വിദ്യാഭ്യാസമുള്ള ചിന്തിക്കുന്ന തലമുറയാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് ഇന്ന് ജനപ്രതിനിധികൾ നമുക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നു. ഈ അടുത്ത കാലത്ത് മുതൽ നമ്മൾ കാണാൻ തുടങ്ങിയ കാഴ്ചയാണ്. സേവനം ചെയ്തെങ്കിലേ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിലേ വിജയിക്കൂ എന്ന രീതിയിലേക്ക് ഈ ഇലക്ഷൻ അടുത്ത കാലത്ത് എന്തിനാണ് ഈ രാഷ്ട്രീയ ചർച്ച എന്ന് തോന്നിയേക്കാം. പക്ഷേ രാഷ്ട്രീയപരമായി നമ്മുടെ തലമുറയെ ഉറക്കിക്കിടത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ക്യാമ്പസിലേക്ക് നമ്മൾ കയറി ചെന്നാൽ ക്യാമ്പസിൽ കേൾക്കുന്ന മുദ്രാവാക്യം എന്താ? കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്ന തലയും വെട്ടും എന്ന് തുടങ്ങിയ മുദ്രാവാക്യം. അപ്പൊ അടുത്ത് വാട്സാപ്പിലൊക്കെ ഒരു ക്ലിപ്പ് പ്രചരിച്ചു. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന യൂണിഫോം ധരിച്ച ചെറിയ കുട്ടികൾ, ആ കുട്ടികൾ കണ്ണൂർ ജില്ലയിലെ കളക്ടറേറ്റ് മുന്നിലേക്ക് റാലി നടത്തുകയാണ്. പോ പുല്ലേ, പോടാ പുല്ലേ, പോടാ പുല്ലേ പോലീസ്, കാക്കിക്കുള്ളിൽ പോലീസ് ആണെങ്കിൽ നിയമം ഞങ്ങൾ അനുസരിക്കും, കാക്കിക്കുള്ളിൽ ഡേശ് ആണെങ്കിൽ പോ പുല്ലേ പോലീസ് എന്ന് പറഞ്ഞിട്ടൊരു മുദ്രാവാക്യം. ചെറിയ കുട്ടികളെ കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി വിളിപ്പിക്കുന്ന മുദ്രാവാക്യം. ചെറിയ കുട്ടികളാണ് ഇത് വിളിക്കുന്നത്. ഇത് വിളിച്ച് വളരുന്ന ഈ ഒരു സംസ്കാരം രാഷ്ട്രീയപരമായി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ സംസ്കാരവുമായി വളർന്നു വരുന്ന യുവതലമുറ എത്തിപ്പെടുന്ന ക്യാമ്പസുകളിൽ നടക്കുന്നത് എന്താ? അവിടെ സ്ഥിരമായി അടിയാണ്. പോലീസിന്റെ ലാത്തി ചാർജിന് മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്ന് തന്റെ നെറ്റിയത്ത് ആ ഒരു അടി കൊണ്ട് ചോരയൊലിച്ചു നിൽക്കുന്ന ഫോട്ടോ പിറ്റേന്ന് പത്രത്തിൽ വന്നാൽ താൻ ഒരു രാഷ്ട്രീയ നേതാവായി എന്ന കാഴ്ചപ്പാടായിരുന്നു ഇതുവരെ നമ്മുടെ രാഷ്ട്രീയ ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ SSF ക്യാമ്പസുകളിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി. ക്യാമ്പസിൽ ന്യൂ ജനറേഷൻ എങ്ങനെ പ്രവർത്തിക്കണം എന്ന ധാർമ്മികപരമായ സമര മാർഗങ്ങൾ പഠിപ്പിച്ചു കൊടുത്തപ്പോ ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ SSFന്റെ വഴിയെ വരികയാണ്. ഇന്ന് മുദ്രാവാക്യങ്ങൾ കൂടുതൽ കേൾക്കാനില്ല. ഇന്ന് പേടിപ്പെടുത്തുന്ന അക്രമങ്ങൾ ക്യാമ്പസുകളിൽ നിന്ന് കേൾക്കാനില്ല. മറിച്ച് ധാർമ്മികപരമായ രക്തരഹിതമായ വിപ്ലവമാണ് ക്യാമ്പസുകളിൽ നടക്കേണ്ടത് എന്ന് SSF പഠിപ്പിച്ചു കൊടുത്തു. രാഷ്ട്രീയപരമായി ചിന്തിക്കുമ്പോ ഇന്ന് നമ്മൾ ഏറെ ഭീതിപ്പെടുന്ന രാഷ്ട്രീയ സ്ഥിതിവിശേഷം ഫാഷിസത്തിൻ്റെതാണ്. ഫാഷിസമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വോട്ടെടുപ്പിന്റെ സമയത്ത്, തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ വോട്ട് നേടാൻ ഇവിടുത്തെ ഫാഷിസ സംഘടനകൾ ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് മുതലാണ് ഇന്ത്യയിൽ ഫാഷിസം വന്നത്. രാഷ്ട്രീയപരമായ അധികാരം നേടണം എന്ന് ചിന്തിച്ചിടത്താണ് ഇന്ത്യയിലെ ഫാഷിസം വന്നത്. ആദ്യമായി ഇന്ത്യയിൽ വിഭജനം കൊണ്ടുവന്നത്
ബ്രിട്ടീഷുകാർ വരുന്നതിന്റെ മുമ്പ് ഇന്ത്യയിലെ മുസൽമാനും ഇന്ത്യയിലെ ഹൈന്ദവനും ഇന്ത്യയിലെ ക്രൈസ്താനിയും ഒരു മാലയിലെ മുത്തുമണികളെ പോലെ സൗഹൃദത്തോടുകൂടെ ജീവിച്ച കാഴ്ചയായിരുന്നു നമുക്ക് കാണാനുണ്ടായിരുന്നത്. പക്ഷേ രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടെ യൂറോപ്പിലെ പാശ്ചാത്യൻ ശക്തികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ മുതലാണ് ഇന്ത്യയിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിൽ പോരാടാൻ തുടങ്ങിയത്. ഇന്ത്യയിലെ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ പോരാടാൻ തുടങ്ങിയത്. വിഭജിച്ച് ഭരിക്കുക എന്ന ഡിവൈൻ പോളിസി, വിഭജിച്ച് ഭരിക്കുക എന്ന പോളിസി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെ നടപ്പിലാക്കിയത് മുതലാണ് ഈ ഒരു വിവേചനം വരാൻ തുടങ്ങിയത്. ഇത് പിന്നീട് സ്വതന്ത്രാനന്തരവും ഇന്ത്യയിലെ രാഷ്ട്രീയ സംഭവമായി, രാഷ്ട്രീയ സ്ഥിതിവിശേഷമായി ഇന്ത്യയിൽ വളർന്നു വ്യാപിച്ചു. അങ്ങനെയാണ് സംഘപരിവാർ സംഘടനകൾ ഇന്ത്യയിൽ വ്യാപിച്ചത്. അങ്ങനെയാണ് രാഷ്ട്രീയത്തെ ഫാസിസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാന് ഇന്ത്യയിലെ ഫാസിസ്റ്റ് സംഘടനകൾക്ക് കഴിഞ്ഞത്. അക്രമമില്ലാത്ത ഒരു രാഷ്ട്രീയം ഇന്ന് ഇന്ത്യക്ക് അന്യമാണ്. അക്രമമില്ലാത്ത ഒരു രാഷ്ട്രീയം ഇന്ന് കേരളത്തിന് അന്യമാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ കേരളത്തിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളും നമ്മെ ഭീതിപ്പെടുത്തുന്നതാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത ഈ സമയത്ത് പോലും അക്രമങ്ങളുടെ നീണ്ട നിരയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. ഈ ഒരു അക്രമ രാഷ്ട്രീയം നമ്മുടെ യുവതലമുറക്ക് നൽകുന്ന സന്ദേശം ഒരിക്കലും നല്ലതല്ല. മറിച്ച് നെറികേടിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് നേരറിവിന്റെ രാഷ്ട്രീയം സ്ഥാപിക്കാൻ ന്യൂ ജനറേഷൻ ശക്തമായി ഇടപെടേണ്ടതുണ്ട്. അവിടെയാണ് ന്യൂ ജനറേഷൻ തിരുത്താൻ സാധിക്കുന്നത്. രാഷ്ട്രീയപരമായ ഈ ഒരു രാഷ്ട്രീയപരമായി ഈ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകള്, ഫാഷിസ്റ്റ് സംഘടനകള് നമ്മുടെ യുവതലമുറയെ പ്രലോഭിപ്പിച്ച് കയ്യിലെടുക്കുന്നതിന്റെ മുമ്പ് ക്രിയാത്മകമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നാം മുന്നിൽ ഇറങ്ങേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിന് പുറമെ വ്യക്തി താല്പര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരെന്തായാലും വേണ്ടിയില്ല, തന്റെ കൂട്ടുകാരൻ ചത്താലും വേണ്ടിയില്ല, തന്റെ കൂട്ടുകാരന്റെ ബിസിനസ് തകർന്നു പാളീസായാലും വേണ്ടില്ല, ഞാൻ ഉയരണം, എന്റെ ബിസിനസ് ശക്തി പ്രാപിക്കണം, എന്റെ സാമ്പത്തിക സ്ഥിതി അത് ഉയരങ്ങളിലെത്തണം എന്ന് ചിന്തിക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ യുവതലമുറയെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത്. ഈ സ്വാർത്ഥ താല്പര്യങ്ങൾ അവരിലേക്ക് കുത്തി നിറച്ചത് നമ്മൾ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ അവരെ വളർത്തിയത് പണം നേടാൻ വേണ്ടി മാത്രമാണ് എന്ന ചിന്തയിൽ നിന്നാണ് ഈ സ്വാർത്ഥ താല്പര്യങ്ങൾ വന്നത്. അവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പാഠം പുതുതലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും. നിങ്ങൾ ഒരിക്കലും ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഉയർന്നവരിലേക്ക് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ താഴെയുള്ളവരിലേക്ക് ചിന്തിക്കണം. ടെറസിട്ട വീടുള്ളവൻ വലിയ വലിയ മണിമാളികകളിൽ ഉള്ള ആളിലേക്ക് ചിന്തിച്ചിട്ട് അവനെ പോലെ കൊട്ടാരമുണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് വിലപിക്കുന്നതിൽ അർത്ഥമില്ല. ഓടിട്ട വീടുള്ളവൻ ടെറസിട്ട തന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് നോക്കിയിട്ട് അവനെ പോലെ ഒരു വീടുണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ആദിപൂണ്ടത് കൊണ്ട് കാര്യമില്ല. അല്ലാഹ് നമുക്ക് തന്നത് ചോർന്നൊലിക്കുന്ന ഒരു ചെറ്റക്കൂരയാണെങ്കിലും ഈ കൂരയിൽ എനിക്ക് മനസ്സമാധാനമുണ്ട് എന്ന് വിശ്വസിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ പരിപൂർണ വിശ്വാസിയാകുന്നത് എന്ന് സയ്യിദുനാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ ഒരു പാഠം യുവതലമുറ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പണം കൂടുതൽ വന്നപ്പോ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ അധാർമികത പകരാൻ കാരണം. വീട്ടിലേക്കുള്ള കാര്യം ഉപ്പ നോക്കും, വീട്ടിലെ കാര്യങ്ങൾ ഉമ്മ നോക്കും. അങ്ങനെ പണം വർദ്ധിച്ചപ്പോ അധാർമികത നമ്മുടെ നാട്ടിൽ കൂടി. ഈ അടുത്ത് മലപ്പുറത്തെ ഒരു സ്കൂളിൽ നിന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയെ, ആ കുട്ടിയെ നമ്മുടെ മാനേജ്മെന്റിന് കീഴിൽ, നമ്മുടെ സ്ഥാപനത്തിന് കീഴിൽ നടത്തപ്പെടുന്ന ഒരു സ്കൂള് പബ്ലിക് സ്കൂളാണ്, ഇംഗ്ലീഷ് മീഡിയം. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല ഡൊണേഷൻ ഉണ്ടാകും. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന സമ്പന്നരുടെ മക്കളാണ് അധികവും. ആ സമ്പന്നരുടെ മക്കളിൽ ഒരു കുട്ടി, ആ കുട്ടിയെ നിരന്തരം കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോ ആ ടീച്ചർമാര് കണ്ടെത്തുന്ന വസ്തുത വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. എന്താണ് അവർ കണ്ടെത്തുന്നത്? അവർ ഈ കുട്ടിയുടെ വീട്ടിൽ ഉപ്പ ഗൾഫിലാണ്. ഗൾഫിൽ നിന്ന് പണം കൂടുതൽ സമ്പാദിക്കും.
സമ്പാദിക്കുന്നുണ്ട്. വീട്ടിൽ ഉമ്മയുണ്ട്, ഒരു അനുജത്തിയുമുണ്ട്. ഇവന് സ്വന്തമായ ഒരു റൂമുണ്ട്. ആ സ്വന്തമായ ഒരു റൂമിൽ ഇവനിക്ക് യൂസ് ചെയ്യാൻ സ്വന്തമായി പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ട്. പേഴ്സണൽ കമ്പ്യൂട്ടറിന് ഉപ്പ നെറ്റ് കണക്ഷൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ആ നെറ്റ് കണക്ഷൻ ഉപയോഗിച്ച് ഇവന് രാത്രി 3-4 മണി വരെ ഉറക്കൊയിച്ച് അശ്ലീലതകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഈ കുട്ടി പകല് ക്ലാസ്സിൽ വന്ന് ഉറക്കം തൂങ്ങുകയാണ്. ക്ലാസ്സിൽ വന്ന് ഉറങ്ങിയ ഈ കുട്ടിയെ ടീച്ചർമാർ എത്ര ശകാരിച്ചിട്ടും ഇവന്റെ ഉറക്കം മാറുന്നില്ല. കാരണം ഇവൻ എത്തിപ്പെട്ടത് മായാലോകത്താണ്. ഇന്റർനെറ്റ് മീഡിയയിലൂടെ ഇവൻ കടന്നു ചെന്നത് അശ്ലീലതയുടെ, സെക്സിന്റെ മായാലോകത്തേക്ക് ഇവൻ കടന്നു ചെന്നപ്പോ അതിന്റെ രസം ഇവൻ അനുഭവിച്ചപ്പോ ഇവൻ ഒരിക്കലും പിന്നീട് അതിൽ നിന്ന് മോചനം ലഭിക്കാതെയായി. അങ്ങനെ മോചനം ലഭിക്കാതെ വന്നപ്പോ ഇവൻ അതിനു വേണ്ടി അടിമപ്പെടാൻ വേണ്ടി എന്തും ചെയ്യാൻ തുടങ്ങി. ഇവൻ ഉമ്മയുടെ കീശയിൽ, ഉമ്മയുടെ പേസിൽ നിന്ന് പണം കട്ടെടുക്കാൻ തുടങ്ങി. 1000-2000 ഒക്കെ പണം കട്ടെടുത്തപ്പോ ഇത് ഉമ്മ അറിയുന്നില്ല. നല്ല സമ്പന്ന കുടുംബമാണ്. ഇങ്ങനെ വന്നപ്പോ ആ കുട്ടി അധപതിച്ചു പോയി. സാഹചര്യം ഉണ്ടാക്കിയതാരാ? നമ്മുടെ വീട്ടുകാരാ. സാഹചര്യം ഇല്ലാതെയാക്കുക എന്നതാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ന്യൂ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവനെ നല്ല രീതിയിൽ നടത്താനുള്ള ഏറ്റവും വലിയ മാർഗം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവിദാനിഹി വയുമജിസാനിഹി വയുനസിറാനിഹി. എല്ലാ കുട്ടികളും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതത്തോടു കൂടെയാണ്. പിന്നീട് അവനെ തോന്നിവാസിയും മദ്യപാനിയും അവനെ തമ്മാടിയുമാക്കി മാറ്റുന്നത് അവന്റെ വീട്ടിലെ സാഹചര്യങ്ങളാണ്. വ്യക്തമായി പറഞ്ഞാൽ അവന്റെ മാതാപിതാക്കളാണ് എന്ന് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് എങ്ങനെയാണ് പ്രായോഗികമാകുന്നതല്ലേ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ലഹരി ഉപഭോഗമാണ് പുതുതലമുറയുടെ ഏറ്റവും വലിയ ഒരു വീക്ക് പോയിന്റായി നമുക്ക് കാണാനുള്ളത്. ലഹരിയിലേക്ക് ആരാണ് ഈ കുട്ടിക്ക് പ്രചോദനം നൽകിയത്? ഒരു സിഗരറ്റ് വലിക്കുന്ന ഉപ്പ. ആ സിഗരറ്റ് വലിച്ചുകൊണ്ട് സിഗരറ്റ് നുണയുന്ന അല്ലെങ്കിൽ സിഗരറ്റിന്റെ പുകയുമായി ആ കുട്ടിയെ ലാളിച്ചപ്പോ ആ കുട്ടിക്ക് ഈ സിഗരറ്റിനോട് ഒരു അനുകമ്പ വരികയാണ്. വളർന്നു പ്രായമായപ്പോ 2 കാലിലൊക്കെ നിൽക്കാൻ തുടങ്ങിയപ്പോ, ചിന്തിക്കാൻ തുടങ്ങിയപ്പോ തന്റെ ഉപ്പ ഊതി രസിക്കുന്ന ഈ സിഗരറ്റിന്റെ ലഹരി എനിക്കും എന്തുകൊണ്ട് ആസ്വദിച്ചുകൂടാ എന്ന് കരുതി ഈ കുട്ടി ഉപ്പയുടെ കീശയിൽ നിന്ന് സിഗരറ്റ് കട്ടെടുത്ത് വലിക്കുന്നു. സിഗരറ്റ് കട്ടെടുത്ത് വലിച്ച ഈ കുട്ടി പിന്നീട് അത് പതിവാക്കിയ ഈ കുട്ടി സിഗരറ്റിന്റെ ലഹരി മതിയാകാതെ വരുമ്പോ ഹാൻസിലേക്കും പാൻപരാഗിലേക്കും കിടക്കുന്നു. ഹാൻസും പാൻപരാഗും മതിയാകാതെ വരുമ്പോ മദ്യത്തിന്റെയും കഞ്ചാവിന്റെയും ബ്രൗൺ ഷുഗറിന്റെയും ഒക്കെ വലിയ ലോകത്തേക്ക് ഈ കുട്ടി എത്തിപ്പെടുകയാണ്. ആരാണ് വൈവിപ്പിച്ചത്? നമ്മുടെ സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, വെക്കേഷൻ കാലയളവാണ്. നമ്മുടെ കുട്ടികൾ സ്വതന്ത്രമായി പാറി നടക്കുന്ന കാലയളവാണ്. നമ്മുടെ കുട്ടികളെ വല വീശി പിടിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ കലാലയങ്ങളിൽ അടക്കം വലിയ വലിയ നിരകൾ തന്നെ മാഫിയകളുണ്ട്. ഈ അടുത്ത് തൃശ്ശൂരിൽ നിന്ന് ഒരു സംഭവം കേൾക്കുകയുണ്ടായി. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയുടെ ബാഗിൽ നിന്ന് കഞ്ചാവിന്റെ ചെറിയ പൊതി ലഭിക്കുകയാണ്. കഞ്ചാവിന്റെ ചെറിയ പൊതി ലഭിച്ചപ്പോ ടീച്ചർമാർ ഈ കുട്ടിയെ ചോദ്യം ചെയ്തു. കുട്ടിയെ ശാസ്ത്രീയപരമായി ചോദ്യം ചെയ്തപ്പോ ആ കുട്ടി അതിന് മറുപടി പറഞ്ഞത്, ഇതെന്റെ ചേച്ചി തന്നതാണ് എനിക്ക്. ചേച്ചി ആരാ? 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി തന്റെ സഹോദരന്റെ കയ്യിൽ ഈ കഞ്ചാവ് കൊടുത്തത് അവൻ ഉപയോഗിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഈ പെൺകുട്ടി ആ ക്യാമ്പസിലെ, ആ കലാലയത്തിലെ, ആ സ്കൂളിലെ ലഹരി മാഫിയയുടെ ഏജന്റാണ്. മാസത്തിൽ 1000 രൂപ വരുമാനം കിട്ടുന്ന ഒരു പദ്ധതിയായതുകൊണ്ട് ഈ പെൺകുട്ടിയിലൂടെയാണ് പുറത്തുള്ള ലഹരി മാഫിയ ആ സ്കൂൾ കുട്ടികൾക്കിടയിൽ ഈ ലഹരി വിതരണം ചെയ്യുന്നത്. ആ ലഹരിക്ക് തന്റെ അനുജന്റെ ക്ലാസ്സിൽ പ്രചരണം ലഭിക്കാൻ വേണ്ടി തന്റെ കൊച്ചനുജനെ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചനുജനെ ഈ പെൺകുട്ടി അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, നമ്മുടെ സമൂഹം എത്തിപ്പെട്ട ആ വലിയ വിപത്തിന്റെ ഒരു അടയാളമാണത്. ഇന്ന് പത്രത്തിൽ നമ്മൾ വായിച്ചില്ലേ, 40 വയസ്സായ ലഹരിക്കടിമപ്പെട്ട ഒരു മനുഷ്യൻ 10 വയസ്സായ കുട്ടിയെ നടു റോഡിലിട്ട് കുത്തിക്കൊല്ലുകയാണ്.
കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ചു, ഒരു രക്ഷിതാവ് താൻ കുടിച്ച മദ്യക്കുപ്പിയുടെ അവസാനം കുറച്ച് മദ്യം അവിടെ ബാക്കി വെച്ചപ്പോ അതിലൂടെ കടന്നു വന്ന 8 വയസ്സുകാരനായ തന്റെ കുട്ടി ആ മദ്യം എടുത്ത് കുടിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടി മരിച്ച വാർത്ത വളരെ ഞെട്ടലോടുകൂടെയാണ് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കണ്ടത്. ഈ അടുത്ത് എറണാകുളം ജില്ലയിലെ HM ട്രെയിനിങ് കോളേജിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു സംഭവം നടന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സുള്ള കൗമാരപ്രായത്തിലുള്ള എന്തും ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന ചെറിയ കുട്ടികൾ, ആ ചെറിയ കുട്ടികൾ എന്നും ഉച്ചക്ക് ക്ലാസ് കട്ട് ചെയ്യുകയാണ്. ക്ലാസ് കട്ട് ചെയ്തിട്ട് അവര് സ്കൂളിലേക്ക് വരും, സ്കൂളിൽ നിന്ന് പോകുന്നു, വീട്ടിലേക്ക് എത്തുന്നില്ല. ഇത് തുടർ സംഭവമായപ്പോ പോലീസിൽ പരാതി കൊടുത്തു. പരാതി സ്വീകരിച്ച പോലീസ് അന്വേഷണം നടത്തി ഇവരെ പിന്തുടർന്ന് നിരീക്ഷിച്ചപ്പോ ഇവര് അടുത്തുള്ള ഓവുപാലത്തിനടിയിൽ ലഹരി നുണഞ്ഞ് മസ്ത് ബാധിച്ച് കിടക്കുന്നതാണ് പോലീസിന് കാണാൻ കഴിഞ്ഞത്. ഇവർ ഉപയോഗിച്ച ലഹരി എന്താണെന്നോ? കഞ്ചാവല്ല, ഹശീഷല്ല, ബ്രൗൺ ഷുഗർ അല്ല, മറ്റൊന്നുമല്ല. ഇവർ ഉപയോഗിച്ച ലഹരി നമ്മുടെ കുട്ടികളുടെ കയ്യിലുള്ള വൈറ്റ്നർ പേനയില്ലേ, അസൈൻമെന്റും പ്രൊജക്റ്റും ഒക്കെ എഴുതുമ്പോ അത് മായ്ക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത വൈറ്റ്നർ പേന, ആ വൈറ്റ്നർ പേന ഒന്ന് മൂടി തുറന്നുകൊണ്ട് മണത്തു നോക്കിയാൽ അതിന്റെ ലഹരി നമുക്ക് ബോധ്യപ്പെടും. ആ വൈറ്റ്നർ പേനയുടെ മഷിയെടുത്ത് അത് കടലാസിൽ ചുരുട്ടാക്കി അത് കത്തിച്ച് വലിച്ച് കഞ്ചാവിനെ വെല്ലുന്ന ലഹരിയാക്കി മാറ്റിയിട്ട് അതിൽ മസ്തായി ബോധം കെട്ട് കിടക്കുന്ന സകലതും നഷ്ടപ്പെട്ട കുട്ടികളെയാണ് അവിടെ അവർക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ലഹരി മാഫിയകളെ പിടിച്ചു കെട്ടാൻ ന്യൂ ജനറേഷന് കഴിയണം. നമ്മുടെ കുട്ടികളെ, നമ്മുടെ സാഹചര്യങ്ങൾ നന്നാക്കണം. പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ട് നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഒരു കുട്ടിയുടെ കൂട്ടുകെട്ടാണ് ആ കുട്ടിയെ ഏറ്റവും കൂടുതൽ വൈകേടത്തിലാക്കുന്നത്. തന്റെ കയ്യിലുള്ള ഈ ചെറിയ പൊതി അല്ലെങ്കിൽ തന്റെ വൃത്തികേട് തന്റെ കൂട്ടുകാരനെ കൊണ്ടും ചെയ്യിപ്പിക്കാൻ ഒരു കൂട്ടുകെട്ട് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് കൂട്ടുകാരോടൊപ്പമാണ്. സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ കലാലയത്തിലാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന തിരക്കിലാണ്, അതല്ലെങ്കിൽ അങ്ങാടികളിലാണ്, ഓഫീസുകളിലാണ്. ഇവിടെയൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോ, പഠിക്കാൻ പോകുമ്പോ നമുക്ക് കൂട്ടുണ്ടാകുന്നത് നമ്മുടെ ചങ്ങാതിമാരാണ്. ഉറ്റ ചങ്ങാതിമാർ ഈ പകൽ സമയത്ത് ഉണർവോടെ നമ്മൾ നിൽക്കുമ്പോ നമ്മുടെ കൂടെ വന്ന് നെറികേട് പഠിപ്പിച്ച് നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നാളെ ആഖിറത്തിൽ ഒരു കൂട്ടർ വരാറുണ്ട്. ആ കൂട്ടരെ നരകത്തിലേക്ക് അങ്ങ് വലിച്ചെറിയുമ്പോ അവര് പറയും, യാ ലൈതനി ലം അത്തഖിദ ഫുലാനൻ ഖലീല, ഞാൻ എന്റെ കൂട്ടുകാരനായി ഈ ചങ്ങാതിയെ തെരഞ്ഞെടുത്തിട്ടില്ലായിരുന്നു എങ്കിൽ എന്റെ ജീവിതത്തിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുന്ന ഒരു സമൂഹം നാളെ ആഖിറത്തിൽ വരുമെന്ന് സയ്യിദുനാ ശഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആളെ നരകത്തിലേക്ക് ഇടുമ്പോ ഈ ചങ്ങാതിയോടൊപ്പം കൂടിയത് കൊണ്ടാണ് ഞാൻ ഈ നരകത്തിൽ പെടാൻ കാരണം. ഓനാണ് എന്നെ സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ചത്, ഓനാണ് എന്നെ സിനിമ കാണാൻ ആദ്യമായി കൊണ്ടുപോയത്, ഓനാണ് എന്നെ നിസ്കാരം ഖളാ ആക്കാൻ പ്രേരിപ്പിച്ചത്, അവനാണ് എന്നെ കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും ലഹരി പഠിപ്പിച്ചത്, അവനാണ് എന്റെ ഉമ്മയെ ചീത്ത പറയാൻ പഠിപ്പിച്ചത്, അവനാണ് വീട്ടിലേക്ക് നേരം വൈകിച്ചെല്ലാൻ ഊവാലത്തിനടിയിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ആഭാസ കേന്ദ്രങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയത് എന്ന് വിലപിക്കുന്ന ഒരു ഘട്ടം അത് അവിടെയാണ് വരിക എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ നല്ലവണ്ണം നിരീക്ഷിക്കാൻ തയ്യാറാകണം. അവരിടപെടുന്ന മേഖല, അവരുടെ ചെങ്ങാത്തങ്ങള്, അവരുടെ ബാഗുകള്, അവരുടെ റൂമുകള്, അവരുടെ എല്ലാവിധ മേഖലകളും പരിശോധിക്കാനും അവരുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനും അവർ ഇടപെടുന്ന മാധ്യമങ്ങളെ കുറിച്ച് അറിയാനും നമ്മൾ നല്ലവണ്ണം പണിയെടുക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ വലിയൊരു വിപത്തിലേക്ക് അവർ എത്തിപ്പെടും. അതിനു വേണ്ട മാഫിയകൾ നമ്മുടെ മുന്നിൽ സജീവമാണ്. മഞ്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ ചെന്നാൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടെ ഒരു കോഡ് ഭാഷയുണ്ട്. എന്താണ് ആ കോഡ് ഭാഷ? നമ്മളിങ്ങനെ പിറകിലേക്ക് കയ്യും കെട്ടി നിന്നാല് നമ്മുടെ കയ്യിൽ അറിയാതെ ഒരു സാധനം വരും. ഒരു കുട്ടി ഈ അടുത്ത് ഒരു മാധ്യമത്തില് 4-5 ദിവസം തുടർച്ചയായിട്ട് പ്രസിദ്ധീകരിച്ച ലഹരിക്കെതിരെയുള്ള ഒരു ലേഖനത്തില് 15 വയസ്സായ ഒരു കുട്ടി അവന്റെ അനുഭവം പങ്കുവെക്കുകയാണ്.
മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വെറുതെ കയ്യും പിറകിലേക്ക് കെട്ടിക്കൊണ്ടിങ്ങനെ നിന്നപ്പോ അവന്റെ കയ്യിലേക്ക് ഒരു പൊതി ഇട്ടു കൊടുക്കുകയാണ്. പിറകിലൂടെ ഒരു പൊതി വീഴുന്നു. ആ പൊതി വീണ ഉടനെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്നു. മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മനുഷ്യൻ അവനോട് ക്യാഷ് ചോദിക്കുന്നു. അവന്റെ കയ്യിലെത്തിയത് കഞ്ചാവിന്റെ പൊതിയാണ്. ഏറ്റവും കൂടുതൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിലാണ്. ഈ അടുത്ത് മലപ്പുറത്തേക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്തപ്പോ 3 സീറ്റുള്ള ബസ്സാണ്, 3 സീറ്റാണ് ഒരു ഭാഗത്തുള്ളത്. അതിൽ എന്റെ അടുത്തിരുന്നത് 2 ഉദ്യോഗസ്ഥന്മാർ, ഒന്ന് ക്രൈം ബ്രാഞ്ചിലുള്ള ഒരു ഉദ്യോഗസ്ഥനും മറ്റൊന്ന് സൈബർ സെല്ലിലുള്ള ഉദ്യോഗസ്ഥനും. അവരെങ്ങനെ ചർച്ച ചെയ്യുന്നത് ലഹരിയെ കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും അല്പം താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് ഞാനും അറിയാതെ ചർച്ചയിൽ പങ്കെടുത്തപ്പോ ആ 2 ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്, മൂല്യാരെ എന്ന് വിളിച്ചിട്ട് പറയുന്നത്, ഞങ്ങൾ പിടിക്കുന്നുണ്ട് കഞ്ചാവ്. ഒരു മാസം 240 കിലോ കഞ്ചാവ് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. 240 കിലോ കഞ്ചാവ് മലപ്പുറത്തിന്റെ നമ്മുടെ ഏറ്റവും കൂടുതൽ സാംസ്കാരിക പൈതൃകമുള്ള മാപ്പിള മലബാറിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അവര് പറയുന്നു, ഞങ്ങൾ പിടിച്ചെടുക്കുന്ന കഞ്ചാവ് കേരളത്തിൽ വിപണനം നടത്തുന്ന കഞ്ചാവിന്റെ 1% മാത്രമാണ്. ഒരിക്കലും ഞങ്ങൾക്ക് കഞ്ചാവ് പിടിച്ചെടുക്കാൻ കഴിയൂല. ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് പിടിക്കാൻ കഴിയൂല. ഞങ്ങൾ പിടിക്കുന്നത് ഒറ്റുകാരിലൂടെയാണ്. ഏതെങ്കിലും ബിസിനസ് പാർട്ട്ണർമാര് കഞ്ചാവിന്റെ ലഹരി മാഫിയകൾ പരസ്പരം തെറ്റിയിട്ട് തന്റെ ഓപ്പോസിറ്റ് ഗ്രൂപ്പ് കഞ്ചാവ് കടത്തുന്നുണ്ട് എന്ന് പോലീസുകാർക്ക് വിവരം കൊടുക്കുമ്പോ ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ ഇത് പിടിക്കുന്നത്. കേരളത്തിൽ വിപണനം നടക്കുന്ന 100%-ൽ 1% മാത്രമേ ഞങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്നുള്ളൂ. ബാക്കി 99% കേരളത്തിൽ വിപണനം നടക്കുന്നുണ്ട്. ബാക്കി 99% കേരളത്തിൽ വിറ്റഴിക്കപ്പെടുകയാണ്. ആരാ ഉപയോഗിക്കുന്നത്? നമ്മുടെ ചെറുപ്പക്കാരാണ്. ആരാ ഇതിന് ഇരയാകുന്നത്? നമ്മുടെ കുട്ടികളാണ്. ആ കുട്ടികൾക്കിടയിലേക്ക് വളർന്നു വരുന്ന ഈ ഒരു മാഫിയ ബന്ധത്തെ അല്ലെങ്കിൽ ലഹരി ബന്ധത്തെ ഇല്ലാതെയാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ലഹരി മാഫിയ നമ്മുടെ കുട്ടികളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവരെ വഴിയിലേക്ക് കൊണ്ടുവരികയാണ്. മറ്റൊന്ന്, നമ്മുടെ കുട്ടികളെ, നമ്മുടെ ന്യൂ ജനറേഷനെ വൈബിയപ്പിക്കുന്നത് ഈ ഒരു സിനിമ CD സംസ്കാരങ്ങളാണ്. ഈ അടുത്ത് ഒരു പബ്ലിക് സ്കൂളിൽ ഒരു അധ്യാപകൻ പങ്കുവച്ച സംഭവമാണ്. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, 3-ാം ക്ലാസ്സിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം 8 വയസ്സ് പ്രായമായിട്ടുണ്ടാവും. 8 വയസ്സ് പ്രായമായ ഒരു കുട്ടിയുടെ ചിന്ത എത്രത്തോളം വളർന്നിട്ടുണ്ടാകുന്ന നമുക്ക് ചിന്തിച്ചറിയാം. ആ പെൺകുട്ടി തന്റെ ക്ലാസ് അധ്യാപകനോട് വന്നിട്ട് ആ പരാതി പറയുകയാണ്. എന്താണ് പരാതി? തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്നാലിന്ന ആൺകുട്ടി എന്നെ പ്രേമിക്കുന്നുണ്ട് സാർ, എന്നെ പ്രേമിക്കുന്നുണ്ട്. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സുള്ള പെൺകുട്ടിയാണ് അധ്യാപകനോട് പറയുന്നത്, ഇന്നാലിന്ന എന്റെ ക്ലാസ്സിലെ ആൺകുട്ടി എന്നെ പ്രേമിക്കുന്നു സാർ. പരാതി പറയാം. സാറ് ചോദിച്ചു, അവൻ നിനക്ക് വല്ല കത്തും തന്നോ, അല്ലെങ്കിൽ നിന്നോട് എന്നെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞോ? ഒന്നുമില്ല. പിന്നെ എങ്ങനെ നീ മനസ്സിലാക്കി എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞ ഉത്തരം നമ്മെ ഏറെ ഭീതിപ്പെടുത്തുന്നതാണ്. ആ കുട്ടി പറയുന്നു, അവൻ എന്നെ ഒളിക്കണ്ണിട്ട് നോക്കുന്നു എന്ന്. ഒളിക്കണ്ണിട്ട് നോക്കുന്നത് പ്രണയമാണ് എന്നും ആ പ്രണയത്തിൽ അകപ്പെട്ടാൽ ഞാൻ നശിച്ചു പോകുമെന്നും അതല്ലെങ്കിൽ ആ പ്രണയം ഞാൻ സ്വീകരിക്കേണ്ടതാണ് എന്നും 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സുകാരിയായ ഈ പെൺകുട്ടിക്ക് വിവരം കൊടുത്തതാരാ? നമ്മൾ അവരുടെ ഉറക്കത്തിന് വേണ്ടി അതല്ലെങ്കിൽ അവരുടെ നേരം പോക്കിന് വേണ്ടി നമ്മൾ ഉള്ളി എരിയുമ്പോ, നമ്മൾ ജോലി എടുക്കുമ്പോ നമ്മെ ശല്യപ്പെടുത്തുന്ന ശല്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ടച്ച് ഫോണുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകളിൽ നമ്മൾ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്ന മാപ്പിളപ്പാട്ടുകൾ എന്ന പേരിൽ നമ്മുടെ സമുദായത്തിന്റെ നാശത്തിന് വേണ്ടി ഇറങ്ങിയ മാപ്പില്ലാത്ത പാട്ടുകളാണ് ഈ ദൗത്യം അവിടെ നിർവഹിച്ചത്. നമ്മുടെ നാട്ടിലിറങ്ങുന്ന മാപ്പിളപ്പാട്ടുകൾ നല്ല മാപ്പിളപ്പാട്ടാണ്, നല്ല ബട്ടർമാലിൽ വന്ന പാട്ടാണ്, നല്ല പാട്ടാണ്, മ്യൂസിക്കിന്റെ ചുവണ്ടുന്നുള്ളൂ, നല്ല പാട്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുന്ന പെണ്ണിന്റെ വർണ്ണനയുള്ള അർദ്ധനഗ്നയായ പെണ്ണിനെ വർണ്ണിക്കുന്ന പ്രേമത്തെ സൂചിപ്പിക്കുന്ന ഈ പാട്ടുകൾ നമ്മൾ ചെറിയ കുട്ടികൾ കരച്ചിൽ മാറ്റാൻ വേണ്ടി അതല്ലെങ്കിൽ വാശി പിടിക്കുമ്പോൾ ആ വാശി മാറ്റാൻ വേണ്ടി പ്ലേ ചെയ്ത് അവരുടെ കയ്യിലേക്ക് കൊടുത്താൽ നമ്മളെ കാര്യം ക്ലിയറായി, നമുക്ക് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെടാം. പക്ഷേ അവർ അതിലൂടെ പഠിക്കുന്ന ഒരു സംസ്കാരം, അത് അന്ധമായ അനുകരണത്തിന്റെ സംസ്കാരമാണ്. ആ സംസ്കാരമാണ് ഈ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സായ കുട്ടിക്ക് ഈ പ്രേമത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തത്.
ഇന്ന് ഏറ്റവും കൂടുതൽ സമൂഹം അനുഭവിക്കുന്ന വേദന ഇത്തരം പ്രേമത്തിന്റെ പേരിലാണ്, പ്രണയത്തിന്റെ പേരിലാണ്. ഈ അടുത്ത് കൊയിലാണ്ടിയിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരി ഒരു ഹൈന്ദവന്റെ കൂടെ ഒളിച്ചോടിപ്പോയത് നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചവരാണ്, നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കണ്ടതാണ്. തന്റെ ഉപ്പ പകലില്ലാതെ ഗൾഫിലെ മണലാരണ്യത്തിൽ അധ്വാനിച്ച് ആ അധ്വാനത്തിന്റെ ഫലമായി തന്റെ ഒരു മകളുണ്ട്. ആ മകളെ കെട്ടിച്ചയക്കാൻ സമ്പത്ത് വേണം, പൊന്നു കൊടുക്കണം, അവർ പണം കൊടുക്കണം, അവർക്ക് സ്ത്രീധനം കൊടുക്കണം എന്ന് കരുതി രാവും പകലും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ വന്നിട്ടും 50-ാമത്തെ വയസ്സിൽ താൻ ഒരു വയസ്സനായി മാറിയിട്ടും ആ ഉപ്പ അവിടെ കിടന്ന് അധ്വാനിച്ചത് തന്റെ മകൾക്ക് വേണ്ടിയാണ്. ആ മകൾ കല്യാണ ദിവസം ഉച്ച സമയത്ത് പുതിയാപ്പിള വരുന്നതിന്റെ മുമ്പ് തന്റെ കൂട്ടുകാരനോടൊപ്പം ഒളിച്ചോടിപ്പോയാൽ ആ മാതാപിതാക്കളുടെ വേദന എത്രയാണ്. ഇത് നമ്മുടെ കേരളത്തിൽ നമ്മൾ കേൾക്കുന്ന സംഭവങ്ങളാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രലോഭനങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. ആ പ്രലോഭനങ്ങളെ നമുക്ക് തിരുത്താൻ കഴിയണം. എങ്ങനെയാണ് തിരുത്തേണ്ടത്? വ്യക്തമായ ഇടപെടലുകളിലൂടെയാണ് തിരുത്തേണ്ടത്. അത് തിരുത്താൻ ഒരു സന്നദ്ധ സംഘമായി നമ്മൾ വളർന്നു വരണം. നമ്മൾ വളർന്നു വരുമ്പോഴാണ് നമുക്കത് തിരുത്താൻ കഴിയുന്നത്. അതിന് ലഭ്യമായ മീഡിയകളെ ഒക്കെ നമ്മൾ ഉപയോഗിക്കണം. ഫേസ്ബുക്കും വാട്സപ്പും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരണം കിട്ടുന്ന മീഡിയയാണ്. പത്രം വായിക്കാറില്ല, അല്ലെങ്കിൽ TV മാധ്യമങ്ങളൊക്കെ എന്തെങ്കിലും വിവാദമുള്ള സമയത്ത് ആരെങ്കിലും കാണാറുള്ളൂ. പക്ഷെ എന്നും ഫേസ്ബുക്കും വാട്സപ്പും നമ്മൾ തുറന്നു നോക്കുന്നുണ്ട്. അതിൽ നമ്മൾ പോസ്റ്റ് ഇടുന്നുണ്ട്, അതിൽ നമ്മൾ വരുന്ന വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ നവമാധ്യമങ്ങളെ ഇത്തരം ഉച്ചനീചത്വങ്ങൾക്കെതിരെ പോരാടാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ന്യൂ ജനറേഷൻ തിരുത്തെഴുതാൻ പഠിക്കണം. അതല്ലാതെ അതിന് അശ്ലീലതകളിലേക്കും ചാറ്റിങ്ങുകളിലേക്കും ചീറ്റിങ്ങുകളിലേക്കും മാത്രമാണ് കൊണ്ടുപോകാൻ നമ്മൾ അത് ഉപയോഗിക്കുന്നത് എങ്കിൽ നമ്മുടെ അധപതനം, അത് നമ്മുടെ അവസാനം, അത് നമ്മെ ഭീതിപ്പെടുത്തുന്നതായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം. നവമാധ്യമങ്ങൾ അതിനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോരാടാൻ കഴിയുന്നത്. ഇന്ന് കേരള സർക്കാർ ലഹരിക്കെതിരെ അല്ലെങ്കിൽ മദ്യപാനത്തിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മദ്യപാനം നിയമം മൂലം നിരോധിക്കണം എന്നതാണ് ഇന്നത്തെ UDF സർക്കാരിന്റെ നയമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ഇടതുമുന്നണി പ്രഖ്യാപിച്ചത് മദ്യ നിരോധനമല്ല, മദ്യവർജനത്തിലൂടെ മദ്യം ലഭിക്കാത്ത ഒരു കേരളത്തെയാണ് ലക്ഷ്യം കാണുന്നത് എന്നാണ്. മദ്യവർജനമാണോ മദ്യനിരോധനമാണോ കേരളത്തിൽ വേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറക്ക് മുന്നിലാണ് നമ്മൾ ജീവിക്കുന്നത്. മദ്യനിരോധനമായാലും മദ്യത്തിന്റെ വർജനമായാലും എന്തു തന്നെയായാലും കൈരളിയുടെ മണ്ണിൽ നിന്ന് മദ്യോപഭോഗത്തെ ഇല്ലാതെയാക്കണമെങ്കിൽ മദ്യത്തിന്റെയും ലഹരിയുടെയും ലഭ്യത ഇല്ലാതെയാക്കണം എന്നാണ് SSFന് ഈ ഒരു പ്രമേയത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് മദ്യ ലഭ്യത ഇല്ലാതെയാകുന്ന ഒരു സാക്ഷര സുന്ദര കേരളത്തെ നമ്മൾ സ്വപ്നം കാണണം. അതിന് യുവതലമുറയെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. ലഹരിയുടെ ഉപഭോഗം അത്രയും മാരകമായിട്ടുണ്ട്. ഈ ലഹരിയുടെ ഉപഭോഗമുണ്ട് വളർന്നു വന്നാൽ നല്ല ചിന്തിക്കുന്ന ഒരു യുവതലമുറയെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ അടുത്ത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചു. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ക്യാമ്പസിനുള്ളിൽ കലാലയത്തിനുള്ളിലുള്ള ലഹരി ഉപഭോഗത്തെ പിടിക്കാൻ വേണ്ടിയാണ്. ആ പദ്ധതിയിലൂടെ കേരളത്തിലെ 2015 മാത്രം നടന്നത് 17,369 റെയ്ഡുകളാണ്. കേരളത്തിൽ ആകെ എത്ര കോളേജുകളാണുള്ളത്? വിരലിലെണ്ണാവുന്ന കോളേജുകളേ ഉള്ളൂ. നമുക്ക് ഓരോ ജില്ലയിലെയും കോളേജുകൾ പ്രത്യേകം ലിസ്റ്റ് എടുത്ത് എണ്ണാൻ കഴിയും. പ്രത്യേകിച്ച് ഓപ്പൺ വിൻഡോ ഒക്കെ വന്ന സമയത്ത് നമ്മളൊരു കോളേജിന് വേണ്ടി അഡ്മിഷന് തേടി പോകുമ്പോൾ ആ കോളേജുകളുടെ പൂർണ്ണ ലിസ്റ്റ് നമുക്ക് കിട്ടാറുണ്ട്. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റിയ ക്യാമ്പസുകളെ കേരളത്തിലുള്ളൂ. 300-400 ക്യാമ്പസുകൾ. ആ ക്യാമ്പസുകൾക്കിടയിൽ 17,369 റെയ്ഡുകൾ ലഹരി പിടിക്കാൻ വേണ്ടി കേരള ക്യാമ്പസുകളിൽ കഴിഞ്ഞ വർഷം നടന്നു എന്ന് പറയുമ്പോൾ ഇതാരാ ഉപയോഗിക്കുന്നത്? ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരായ പുരുഷന്മാർ മാത്രമല്ല, ലഹരി മാഫിയക്ക് അടിമപ്പെടുന്നത് നമ്മുടെ പെൺകൊടികളുമാണ്. കേരളത്തിന് പുറത്തു നിന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമ്മെ ഒരുപാട് പേടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത് കേരളത്തിന് പുറത്തുള്ള വലിയ വലിയ കോളേജുകളിൽ പഠിപ്പിക്കുമ്പോൾ അവരെ സ്വന്തമായി അവിടെ വിടുമ്പോൾ
വരുമ്പോൾ ഒരു നിയന്ത്രണം അത്യാവശ്യമാണ് എന്ന് രക്ഷിതാക്കൾ അറിയേണ്ടതുണ്ട്. മറ്റൊരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഗുരുകുലം എന്നത്. ഓപ്പറേഷൻ ഗുരുകുലം എന്നത് ക്യാമ്പസിലല്ല, 10ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾക്കിടയിൽ, അല്ലെങ്കിൽ +1 +2 10ാം ക്ലാസ്, ഈ ഹയർ സെക്കൻഡറി തലത്തിന് താഴെയുള്ള കുട്ടികൾക്കിടയിലെ ലഹരി മാഫിയകളെ കുറിച്ച് അന്വേഷണം നടത്താൻ വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഗുരുകുലം. ഓപ്പറേഷൻ ഗുരുകുലം അനുസരിച്ച് കേരളത്തില്, അത് കോട്ടയം ജില്ലയാണ് ആദ്യമായി നടപ്പിലാക്കിയത്, മറ്റു ജില്ലകളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. കോട്ടയം ജില്ലയിൽ 8500 റെയ്ഡുകളും അതിനനുയോജ്യമായ അറസ്റ്റുകളും ഈ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കിടയിൽ നടന്നു. 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ നടന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇതെത്രത്തോളം മാരകമായി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, രക്ഷിതാക്കളെ, നേരം വൈകിയ നേരത്ത് ഞാൻ നിങ്ങളുടെ ക്ഷമ പരിശോധിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൂട്ടത്തിൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ, ഇതിനെതിരെ പുറംതിരിഞ്ഞു നിന്ന് സമരത്തിൽ ഏർപ്പെടാൻ നമുക്ക് കഴിയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ഇത്തരം ഉച്ചനീചത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ ആ ഉച്ചനീചത്വങ്ങൾക്കെതിരെ അരുതെന്ന് പറയാൻ നമ്മുടെ യുവതലമുറക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ആ ഒരു മാർഗത്തെ പിൻപറ്റി നമ്മൾ ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അതിന് വ്യക്തമായ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ആരാണ് സത്യവിശ്വാസികള്, ആരാണ് വിജയികള് എന്ന് മുത്തുനെ അന്ന് പഠിപ്പിക്കുന്നിടത്ത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ലാ യശ്ഹദൂന സൂർ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ. സത്യവിശ്വാസികൾ അവർ ലാ യശ്ഹദൂന സൂർ, അവർ ഇത്തരം ഉച്ചനീചത്വങ്ങളിൽ, ഇത്തരം അധാർമികതകളിൽ അവർ പങ്കുചേരില്ല, അവരതിന് സാക്ഷ്യം വഹിക്കില്ല. എന്നിട്ട് വല്ലദീന ലാ യശ്ഹദൂന സൂർ വഇദാ മർറൂ ബില്ലഗ്വി, ഇത്തരം നിരർത്ഥകമായ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടാത്ത ഇത്തരം നിരർത്ഥകമായ ലഹവുകളുടെ അടുത്തുകൂടി അവർക്ക് നടക്കേണ്ടി വന്നാൽ, അതിലേക്ക് പ്രേരണ നൽകേണ്ടി വന്നാൽ, ആ പ്രേരണകളെ അവർ തട്ടിത്തെറിപ്പിച്ച് മർറൂ കിറാമ, അവർ മാന്യന്മാരായി നടന്നു പോകും. അതുകൊണ്ട് ആ മാന്യതയോടുകൂടെ പ്രിയപ്പെട്ട നമ്മുടെ വൈബിയച്ച കൂട്ടുകാരോട് ഞങ്ങൾ കൂട്ടുകൂടാനില്ല, നിങ്ങളുടെ കൂടെ കൂടിയാൽ നിങ്ങൾ നരകത്തിലേക്ക് നയിക്കുന്ന കൂട്ടുകാരായി പോകും. ഞങ്ങളുടെ ലക്ഷ്യം നന്മയാണ്, ഞങ്ങളുടെ ലക്ഷ്യം നല്ലൊരു രാജ്യമാണ്, ഞങ്ങളുടെ ലക്ഷ്യം സ്വർഗീയ ലോകത്ത് ജീവിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം അധാർമികതകൾക്കൊപ്പം കൂട്ടുകൂടാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് സമരം പ്രഖ്യാപിച്ച് മുത്തുനബി തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയതുപോലെ മർറൂ കിറാമ, അതുകൊണ്ട് മാന്യന്മാരായി നടന്നു പോകാൻ നമുക്ക് കഴിയണം. അതല്ല എങ്കിൽ നാം എത്തിപ്പെടുന്ന മേഖല വളരെ ഭീതിയുള്ള മേഖലയാണ്. മരണം പറഞ്ഞൊന്നും പേടിപ്പിക്കാൻ ഇന്നത്തെ കാലത്ത് പറ്റൂല. ആഖിറത്തെ കുറിച്ച് പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് പേടി വരൂല. ഒരു കുട്ടിയെ വിളിച്ചിട്ട് മോനെ നാളെ മരിക്കാനുള്ളതാണ് എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ, ആ കുട്ടി ഒരു പക്ഷെ ബോധ്യപ്പെട്ടുകൊള്ളണമെന്നില്ല. മരണത്തെ കുറിച്ച് പറഞ്ഞാൽ അവിടെ ആ കുട്ടി പറയുക, ഒരു ചിലപ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി പറയും, ഏതായാലും നാളെ മരിച്ചു പോകാനുള്ളതല്ലേ, ഇന്നത്തെ ഈ ഒരു ദിവസം എനിക്കുള്ളുവെങ്കിൽ ഈ ദിവസം അടിച്ചു പൊളിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയിലേക്ക് നമ്മുടെ തലമുറ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറഞ്ഞു പോകുമ്പോൾ ആഖിറത്തിൽ നമുക്ക് ജീവിക്കാനുള്ള സമ്പത്ത് നമ്മൾ ഒരുക്കി പോകണം. നമ്മളൊക്കെ ഗൾഫ് സുഹൃത്തുക്കളെ കണ്ടവരാണ്. നമ്മുടെ വീട്ടില് നമ്മുടെ ഉപ്പ ഗൾഫിലാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ജ്യേഷ്ഠൻ ഗൾഫിലാണ്, ആരെങ്കിലും ഒക്കെ ഗൾഫിലായി ജോലി ചെയ്യുന്നവരുണ്ടാകും. ഈ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് ഗൾഫ് പരീക്ഷിച്ചവരുണ്ടാകും. ഗൾഫ് പരീക്ഷിച്ചവരുടെയൊക്കെ ലക്ഷ്യം നല്ല ഒരു സമ്പാദ്യമാണ്. 10, 15, 20, 30 കൊല്ലം അവിടെ നരകയാതന അനുഭവിച്ച് ജീവിക്കണമെന്നൊരാളും ആഗ്രഹിക്കാറില്ല. മറിച്ച് 3, 4 വർഷം അവിടെ പണിയെടുത്ത് നല്ല ഒരു സമ്പാദ്യവുമായി നാട്ടിലേക്ക് കയറിയിട്ട് നാട്ടിൽ ആദ്യ സമ്പാദ്യം ഉപയോഗിച്ച് നല്ലൊരു ബിസിനസ് തുടങ്ങി, അതല്ലെങ്കിൽ നല്ലൊരു എസ്റ്റേറ്റ് വാങ്ങി, അതല്ലെങ്കിൽ നല്ല ഒരു വരുമാനം ലഭിക്കുന്ന നല്ല ഒരു സംഭവം തുടങ്ങിയിട്ട് വരുമാനം കിട്ടണം എന്നതാണ്. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ നല്ല ഗൾഫുകാരനെന്ന് പറയും, ഗൾഫ് പോയി വിജയിച്ചവനാണെന്ന് പറയും. എന്നാൽ ആ 30, 40 കൊല്ലം നരകിച്ചിട്ടും കടങ്ങളുമായി ഇങ്ങോട്ട് പറന്നു വന്നവൻ, നരകയാതന അനുഭവിച്ച് കടങ്ങൾ പേറി ഗൾഫ് മതിയാക്കി വന്നവരെ കുറിച്ച് ഗൾഫ് പോയിട്ട് ഒരു കാര്യം കിട്ടിയില്ല എന്ന് നമ്മൾ വിലയിരുത്താറുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതം
ജീവിതം ഇതൊരു പ്രാദേശികപരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു സാങ്കല്പികപരമായിട്ട് ഒരു ഗൾഫിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചില്ലേ, നിങ്ങൾ കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നിന്റെ ജീവിതത്തെ നിങ്ങൾ എണ്ണേണ്ടത് കുൻ ഫി ദുനിയ, നീ ദുനിയാവിൽ ജീവിക്കേണ്ടത് കഅന്നക ഗരീബ്, നീ ഒരു പരദേശിയായിട്ടാണ് ജീവിക്കേണ്ടത്, ഒരു വിദേശിയായിട്ടാണ് ജീവിക്കേണ്ടത്. വആബിറു സബീൽ, ഒരു സഞ്ചാരിയെ പോലെയാണ് നീ ജീവിക്കേണ്ടത്. ഇത് നിന്റെ നാടല്ല. ഇവിടേക്ക് നിന്നെ കൃഷി ചെയ്യാനും ഇവിടേക്ക് നിന്നെ അധ്വാനിക്കാനും പണിയെടുക്കാനും വേണ്ടിയാണ് അല്ലാഹു അടച്ചയച്ചത്. പണിയെടുത്തതിന്റെ വരുമാനം നീ തക്ക സമയത്ത് സമയാനുസൃതം മാസാമാസം നീ നമുക്ക് ചെല്ലാനുള്ള സ്വദേശത്തേക്ക് അയച്ചിട്ടില്ല എങ്കിൽ അവിടെ ചെന്നാൽ വീണ്ടും നമ്മൾ നരകതുല്യ യാതന അനുഭവിക്കേണ്ടി വരും. നമ്മൾ ഇവിടെ അങ്ങനെ നിന്റെ സ്വദേശം അത് ബർസഖിയായ ലോകമാണ്. ആ ബർസഖിയായ ലോകത്തിന്റെ തുടക്കം ഖബർ ജീവിതമാണ്. ഖബർ ജീവിതത്തിലാണ് നിന്റെ ജീവിതം നീ എണ്ണേണ്ടത്. ആ ഖബർ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയാണ് നിന്റെ ജീവിതത്തെ നീ പാകപ്പെടുത്തിയെടുക്കേണ്ടത്. അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോ അവിടെ നമ്മൾ ഒരു വരുമാനം കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ പരാജിതരായി പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇവിടെ ഒരു വിദേശിയായി ഒരു പരദേശിയായി നമ്മൾ ജീവിക്കുമ്പോൾ ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള സാമ്പത്തിക മാർഗങ്ങളെ, അതായത് നന്മകളെ നമ്മൾ വിളയിച്ചെടുക്കാൻ ഈ ദുനിയാവിനെ നമ്മൾ ഉപയോഗിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോകുമെന്ന യാഥാർത്ഥ്യത്തോടുകൂടെ മരണത്തെ മുന്നിൽ കണ്ട് ജീവിച്ചാൽ നമുക്ക് നല്ലവനായി ജീവിക്കാൻ കഴിയും. അതല്ല, ഇത് ആസ്വാദനത്തിന്റെ ലോകമാണ്, ഇത് പരമാവധി ആസ്വദിച്ച് തന്നെ തീർക്കണം എന്നതാണ് നമ്മുടെ ചിന്ത എങ്കിൽ നമ്മുടെ ജീവിതം വളരെ കഷ്ടത്തിലായി പോകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.